ഇത് പുണ്യമുള്ളതായി മാറുകയുള്ളൂ. എന്നാൽ എനിക്ക് ധൈര്യമായി. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ആരോടെങ്കിലും ചോദിക്കാൻ നടക്കണം. പഠിക്കാൻ ഭാഗ്യം കിട്ടാത്തവർ അങ്ങനെ ചെയ്യേണ്ടത്. വസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് സ്വന്തം അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ എന്തും ചെയ്യാവൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് ഇബാദാത്ത്, പിന്നൊന്ന് മുആമലാത്ത്. അതിനകത്താണ് ബിസിനസ്സുകളും ഇടപാടുകളും എല്ലാം വരുന്നത്. അത് ഓരോ ബിസിനസ്സും സൂക്ഷ്മമായി നിർവഹിക്കണം. തഖ്വ പ്രകടിപ്പിക്കേണ്ട ഏറ്റവും വലിയ മണ്ഡലം ബിസിനസ്സാണ്. നിസ്കാരത്തെക്കാൾ തഖ്വ കച്ചവടത്തിലാണ് വേണ്ടത്. കച്ചവടത്തിൽ ഒരു ഹറാമ് വന്നു വരാൻ പാടില്ല, ഒരു ഹലാലല്ലാത്തത് കൈമറിക്കാൻ പാടില്ല. ഇബാദത്ത് നമ്മുടെ സ്വന്തം ഇബാദത്താണ്. അത് ഒരു പക്ഷേ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സുന്നത്ത് കൊണ്ട് പരിഹരിക്കും. ബാത്തിലായാൽ നമ്മൾ മടക്കണം. പക്ഷേ ഇതങ്ങനല്ല. ഇത് മറ്റൊരാളിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എൻ്റെ കയ്യിലേക്ക് ഞാൻ എടുക്കുകയാണ് ബൈഇലൂടെ. എൻ്റെ ഈ കണ്ണട ഞാനൊരു 100 രൂപയ്ക്ക് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അതിലെന്തെങ്കിലും തട്ടിപ്പ് വന്നു പോയാൽ മഅദല്ലാഹ് ആ 100 രൂപ വാങ്ങിയ ഞാനും കുറ്റക്കാരനായി, ഈ കണ്ണട ഉപയോഗിക്കുന്ന അവനും തെറ്റുകാരനായി. കാര്യം എൻ്റേതല്ലാത്ത അവൻ്റേതല്ലാത്ത കണ്ണട അവൻ വളഞ്ഞ വഴിയിലൂടെ അവൻ്റേതാക്കി ഉപയോഗിക്കുകയാണ്. ഇത് ഹറാമാണ്. എൻ്റേതല്ലാത്ത 100 രൂപ വളഞ്ഞ വഴിയിലൂടെ ഞാൻ എൻ്റേതാക്കി മാറ്റി ഉപയോഗിക്കുകയാണ്. മഹാഹറാം, കടുത്ത ഹറാം. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പ് നോറ്റിട്ടും കാര്യമില്ല. ഈ ഇഖ്ലാസ്, ഈ തെറ്റായ വഴിയിലുള്ള ഇടപെടലുകൾ അവൻ്റെ ജീവിതത്തെ തഖ്വ നഷ്ടപ്പെടുത്തും. 4ാമത്തെ ഒരു പാർട്ടാണ് ജിനായാത്ത് എന്ന് പറയുന്ന പാർട്ട്. ജിനായാത്ത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസുകൾ. കൈവെട്ടിയത്, കാല് വെട്ടിയത്, കഴുത്ത് വെട്ടിയത്, മറ്റുള്ള ക്രിമിനൽ കാര്യങ്ങൾ. ഈ ക്രിമിനൽ കാര്യങ്ങളിലെല്ലാം ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരാളെ കൈ മുറിച്ചാൽ എന്ത് ചെയ്യണം, വിരൽ മുറിച്ചാൽ എന്ത് ചെയ്യണം, കണ്ണ് ചൂഴ്ന്നാൽ എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓരോന്നിനും ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം ഈ 4 വകുപ്പിൽ പെട്ടതേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ അത് ഇബാദത്തായിരിക്കും, അല്ലെങ്കിൽ അത് വൈവാഹിക ജീവിതമായിരിക്കും, അല്ലെങ്കിൽ അത് കച്ചവടവും പോലത്തെ ക്രയവിക്രയങ്ങളായിരിക്കും, അതല്ലെങ്കിൽ അക്രമപരമാകുന്ന എന്തെങ്കിലും അടിയും പിടിയും ഒക്കെ ആയിരിക്കും. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഫുൾ. ഇത് മുഴുവനും നമ്മുടെ ഫത്ഹുൽ മുഈൻ ഓതിയാൽ, നല്ലവണ്ണം ഓതിയാൽ, ഇത് മുഴുവനും ഫത്ഹുൽ മുഈനിൽ ഇതിന്റെ ആകത്തുകയുണ്ട്. പിന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ അതിന്റെ വിശദീകരണങ്ങളാണ്. തുഹ്ഫ, ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫയാണ് ഷാഫി മദ്ഹബിലെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രബലമായി മുന്നിൽ നിൽക്കുന്ന ഗ്രന്ഥം. അതിന്റെ മൂലഗ്രന്ഥമാണ് കോടതികളിൽ പോലും അംഗീകരിക്കപ്പെടുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ്. ആ മിൻഹാജിന്റെ വിവർത്തന വ്യാഖ്യാനങ്ങളാണ് തുഹ്ഫയും മുഗ്നിയും നിഹായയും ഒക്കെ അതിന്റെ വ്യാഖ്യാനങ്ങളാണ്. നിരവധി വ്യാഖ്യാനങ്ങളെ കൊണ്ട് ആ മിൻഹാജ് ധന്യമാണ്. അപ്പൊ ഇമാം നബവി റളിയല്ലാഹു അൻഹു വിവാഹം പോലും കഴിച്ചിട്ടുള്ള ആളല്ല. ജീവിതം മുഴുവൻ ഇൽമിന് വേണ്ടി മാറ്റിവെച്ചു. പെണ്ണ് കെട്ടണമെന്നൊന്നും തോന്നിയിട്ട് പോലുമില്ല. അങ്ങനെ തോന്നാത്തവർക്ക് പെണ്ണ് കെട്ടൽ സുന്നത്തില്ല. അപ്പൊ സുന്നത്തിനെ ഒഴിവാക്കി എന്ന് പറയാനും പാടില്ല. ഒരു സുന്നത്ത് ഒഴിവാക്കിയ ആളാണ് ഇമാം നബവി, മഅദല്ലാഹ്. അങ്ങനെ പറയാൻ പാടില്ല. തായിഖും ഖാദിറും ആയവർക്കേ സുന്നത്തുള്ളൂ. മൂപ്പര് തായിഖുമല്ല, ഖാദിറാണോ എന്നറിയുമില്ല. അപ്പൊ ചുരുക്കത്തിൽ അതിലേക്ക് ഒരു കൊതിയും ആഗ്രഹവും താല്പര്യമില്ലാത്ത ആളെന്ന നിലയിൽ നിക്കാഹ് സുന്നത്തായിട്ടേ ഇല്ല ഇമാം നബവി തങ്ങൾക്ക്. അതുകൊണ്ട് മൂപ്പര് വിവാഹം കഴിച്ചിട്ടുമില്ല. ജീവിതം മുഴുവൻ ആ മഹത്തായ ദീനിന് വേണ്ടി എഴുതി വെച്ചു. എത്ര ഇൽമ് മഹാനവറുകൾ എഴുതിയ ഇൽമിന്റെ ആഴവും പരപ്പും അളവറ്റതാണ്. അവരെ നാം സ്നേഹിക്കുക, അത്തരം ആലിമീങ്ങളോട് ഹുബ്ബ് ചെയ്യുക, അവർക്ക് യാസീനും ദിക്റും ഒക്കെ ചൊല്ലി നല്ല മഹബത്ത് വെച്ചാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനോടൊപ്പമൊക്കെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാനാണ് ഇമാം നബവി. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ കർമ്മശാസ്ത്രപരമാകുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തു ചെയ്താലും അത് വാജിബാണോ, അത് ഹറാമാണോ, അതല്ല അത് സുന്നത്താണോ, അതല്ല അത് കറാഹത്താണോ, അതല്ല ഖിലാഫുൽ ഔലയാണോ, അതല്ല മുബാഹാണോ, ഇങ്ങനെ 6 ഹുക്കുമുകൾ
നമ്മളതിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അത് അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഒരാൾ തഖ്വയുള്ളവനാകുന്നു എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പം ഇതിലെ ഒളുവും നിസ്കാരവും കുളിയും ഒക്കെ എപ്പോഴും നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഇടപാടുകൾ ബൈഅകളെക്കുറിച്ചൊക്കെ ആധികാരികമായി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ജിനായാത്ത്, അക്രമപരമായ കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. ഇപ്പം നമ്മൾ മുനാക്കഹാത്ത് എന്ന് പറയുന്ന വൈവാഹിക ബന്ധവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ കാലികമായി ചില നടക്കുന്ന കോടതിയുടെ തലാഖ്, ഫസ്ഖ് പോലത്തെ കാര്യങ്ങളിൽ ചെറിയൊരു ഇടപെടൽ നടത്തി ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനുമുള്ള അവസരം തരാൻ വേണ്ടിയാണ് ആ ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നത്. നിക്കാഹിനെ കുറിച്ച് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, ഒമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ അതേ പ്രകൃതിയിലുള്ള ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആണിന് അതേ കോലത്തിലും ആകൃതിയിലുമുള്ള പെണ്ണിനെ, പെണ്ണിന് അതേ കോലത്തിലും ആകൃതിയിലുമുള്ള ആണിനെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇണകളായി ജീവിക്കത്തക്കവണ്ണം ആണിനെയും പെണ്ണിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യന് ജിന്നിനെയാണ് കെട്ടാൻ കൽപ്പിച്ചിരുന്നതെങ്കിൽ ഭയങ്കര പുലിവാലായിപ്പോയനെ, നമുക്ക് പറ്റിയ ഇണയല്ല. ജിന്നുകൾക്ക് അതുപോലെ തന്നെ മനുഷ്യനെയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും കുലുമാലായിപ്പോയനെ. ജിന്നുകൾക്ക് ഏത് ഭാവത്തിലും രൂപത്തിലും ഒക്കെ ആവാം. ജിന്ന് വിചാരിച്ചാൽ ഇപ്പോൾ പാമ്പായി മാറാം. അപ്പം നമ്മൾ ജിന്നിനെ കെട്ടിയിട്ട് കട്ടിലേക്ക് കിടക്കുമ്പോൾ പാമ്പായി മാറിയാലേ പിന്നെ കല്യാണത്തിൻ്റെ സുഖമെല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു തആല കാത്തു. ഏത് കോലത്തിലും മാറാൻ പറ്റുന്നവരാണ് ജിന്നുകൾ. അപ്പോൾ ജിന്നുകളുടെ നിക്കാഹുണ്ട്, അത് വേറെ വിഷയം. നമ്മളുടെ മനുഷ്യപരമാകുന്ന നമ്മുടെ നിക്കാഹ് അല്ലാഹു തആല പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങൾക്ക് ഇണകളെ തന്നു. എന്തിനാണ് നിങ്ങൾക്ക് ഇണകളെ നാം സമ്മാനിച്ചെന്നറിയുമോ? ലിതസ്കുനൂ ഇലൈഹാ, അവളിലേക്ക് നിങ്ങൾ സമാധാനമുള്ളവരായി ജീവിക്കാൻ വേണ്ടി. അപ്പോൾ മനുഷ്യന് ഒരു നല്ല സമാധാനപരമാകുന്ന ജീവിതം, ഏകാന്ത ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ സംഭവിക്കും. അപ്പോൾ ഒരു ഇണയുടെ സഹകരണമുണ്ടെങ്കിൽ അതെല്ലാം സമാധാനപരമാക്കാൻ പറ്റും. അപ്പം എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത എൻ്റെ അതീവ രഹസ്യങ്ങൾ വരെ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു ഇണയെ എനിക്ക് ഹലാലായി കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം എൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലൊരു സ്ത്രീ, ആ സ്ത്രീക്ക് ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത ചില പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് പങ്കുവെക്കാൻ ഒരു ഇണയെ, ഒരു ഭർത്താവിനെ കിട്ടിയാൽ ആ ഭർത്താവിനോട് കാര്യങ്ങൾ പങ്കുവെച്ച് ജീവിതത്തിൻ്റെ സന്തോഷവും ജീവിതത്തിൻ്റെ സമാധാനവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയും. ഇതാണ് വൈവാഹിക ജീവിതത്തെ അല്ലാഹു തആല ഇണകളാക്കി നിശ്ചയിച്ചു എന്നതിൻ്റെ ഒരു ഗുണം അല്ലാഹു തആല പറയുന്നത് അങ്ങനെയാണ്. പിന്നെ അല്ലാഹു തആല പറയുന്നു, വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അതാണ് അല്ലാഹു തആല വൈവാഹിക ബന്ധത്തിൽ ഒരു നിക്കാഹിലൂടെ രണ്ടുപേരുടെ മനസ്സിലും അല്ലാഹു ഇട്ടുതരുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് മവദ്ദത്തൻ വറഹ്മത്തൻ. മവദ്ദത്ത്, വുദ് എന്ന് പറഞ്ഞാൽ ഹുബ്ബ്, സ്നേഹം ഇട്ടുതരികയാണ്. പെൺകുട്ടി എവിടുത്തുകാരിയാണ്? തിരുവനന്തപുരത്തുകാരിയാണ്. പുതിയാപ്പിള എവിടുത്തുകാരനാണ്? അവൻ കാസർഗോട്ടുകാരനാണ്. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയത് ഇപ്പോൾ ഈ വിവാഹബന്ധവുമായി ആലോചനാപരമാകുന്ന കാര്യങ്ങളിൽ രക്ഷകർത്താക്കൾ ഇടപെട്ടപ്പോഴാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് ജനിച്ച ഒരു സ്ത്രീയും കാസർഗോട്ട് ജനിച്ച ഒരു പുരുഷനും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരെ കുടുംബങ്ങൾ തമ്മിൽ തേടിപ്പിടിച്ച് തമ്മിൽ കാണിച്ചു, ഇഷ്ടപ്പെട്ടു, അവർ വിവാഹിതരാവുകയാണ്. അവർ വിവാഹിതരായാൽ അവിടെ കൽബിൽ അല്ലാഹു മഹബ്ബത്ത് ഇട്ടു കൊടുക്കുകയാണ്. എനിക്ക് എല്ലാം ഇനി എൻ്റെ ഭാര്യയാണ്, അവൾക്ക് എല്ലാം ഇനി ഞാനാകുന്ന ഭർത്താവാണ്. അങ്ങനെ ബാപ്പയോടും ഉമ്മയോടുമൊക്കെ നമുക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ട്. പക്ഷെ അത് ജന്മസിദ്ധമായ കടപ്പാടിൻ്റെയും കടമയുടെയും സ്നേഹവും ബഹുമാനവുമാണ്. അതല്ലാത്തൊരു സ്നേഹം ഈ ഭർത്താവിനോടും ഈ ഭാര്യയോടും ഉണ്ടാവുകയാണ്.
ഒരു നേരം ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല. അതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉറങ്ങാൻ കഴിയില്ല. അത്ര വലിയൊരു സ്നേഹം അള്ളാഹുത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. പാതിരാവിൽ 8 മണിക്ക് വരുന്നയാൾ 8 മണിക്ക് കണ്ടില്ലെങ്കിൽ 9 മണിയും 10 മണിയും 11 മണിയും 12 മണി വരെയും ഉറങ്ങാതെ ഉറക്കമുളച്ച് കാത്തിരിക്കുന്ന സ്നേഹത്തിന്റെ ആർദ്രമാകുന്ന ഒരു ഹൃദയത്തെ അള്ളാഹു അവർക്ക് സമ്മാനിക്കുകയാണ്. അപ്പോ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ മറികടക്കുന്നു എന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. മാതാപിതാക്കളുള്ള സ്നേഹം അല്ലാത്ത മറ്റൊരു സ്നേഹം, അത് നൗഉൻ ആഖർ, വേറൊരു തരത്തിലുള്ള സ്നേഹമാണ് ഈ പ്രിയപ്പെട്ട ദമ്പതിമാരുടെ ഇടയിൽ അള്ളാഹു ഇട്ട് കൊടുക്കുന്നത്. അത് അള്ളാഹ് കൊടുത്തതാണ്. ജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, അള്ളാഹു ഇട്ട് കൊടുത്തതാണ്. വുദ്, ഹുബ്ബ്, പിന്നെയോ റഹ്മ, കാരുണ്യം. അവൾക്ക് എന്ത് വേണം എന്ന് ചിന്തിക്കുന്ന ഭർത്താവ്, ഭർത്താവിന് എന്ത് വേണം എന്ന് ചിന്തിക്കുന്ന ഭാര്യ, അദ്ദേഹത്തിന് ചായ കൊടുക്കേണ്ട സമയം ചായ, വെള്ളം കൊടുക്കേണ്ട സമയം വെള്ളം, അങ്ങനെ അദ്ദേഹത്തിന് എല്ലാം താങ്ങും തണലുമായി നിൽക്കുന്നൊരു ഭാര്യ. അതാണ് റഹ്മ, കാരുണ്യമേ കാരുണ്യമേ എന്ന് പറഞ്ഞു നിൽക്കുന്ന. തിരിച്ചങ്ങോട്ടും അവൾക്ക് എന്താണ്, വസ്ത്രം വേണോ, അവൾക്ക് പാർപ്പിടം വേണോ, അവൾക്ക് എന്താണ് ആഭരണങ്ങൾ വേണമോ, തന്നാൽ കഴിയുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട ഭർത്താവ്. ഇങ്ങനെ സ്നേഹത്തെയും റഹ്മത്തിനെയും അല്ലാഹു തആല പരസ്പരം സംവിധാനിച്ചുകൊണ്ട് അനുഗ്രഹീതമാകുന്ന ഒരു ബന്ധമാണ്, ജീവിതമാണ് ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന മഹത്തായ ബന്ധം. എന്നിട്ട് അല്ലാഹ് പറയാൻ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇതൊരു ചെറിയ കാര്യമാണോ? എത്രയോ അകലങ്ങളിലുള്ള ആളുകളെ ഒരു കട്ടിലിൽ കിടത്തത്തക്കവണ്ണം, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്നോ പറയത്തക്കവണ്ണം ഹൃദയത്തെ ഒരുമിപ്പിച്ച്, കാരുണ്യത്തെ പങ്കുവെപ്പിച്ച്, സമാധാനത്തെ നട്ടുവളർത്തിയ ഈ കുടുംബജീവിതം അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. സൂറത്ത് റൂമിൽ അള്ളാഹു പറയുകയാണ്, ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം, അള്ളാഹുവിൽ ഒരുപാട് ആയാത്തുകൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദാമ്പത്തിക ജീവിതം ഇന്ന് ചില ചെറുപ്പക്കാരുടെ ചിന്തയിൽ വരുന്നത് പോലെ ഒരു അടിച്ചുപൊളി ജീവിതമല്ല. ദാമ്പത്തിക ജീവിതം ഒരു ശാരീരിക മോഹങ്ങളുടെയോ ആഗ്രഹങ്ങളുടെയോ വികാരങ്ങളുടെയോ താല്പര്യങ്ങളുടെയോ ശമനത്തിന് വേണ്ടി സംവിധാനിക്കുന്നതല്ല. അത് അതിൻ്റെ എവിടെയോ ഒരു ഘടകമെന്നല്ലാതെ ഒരു സുഭദ്രമായ ജീവിതത്തിൻ്റെ സുസ്ഥിരമാകുന്നൊരു പദ്ധതിയാണ് നിക്കാഹ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ ബസ്ർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു. സ്വർഗത്തിൽ സൃഷ്ടിച്ച ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗമല്ലേ, എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും സല്ലപിക്കാം. അതിനെല്ലാം ആദം നബി അലൈഹിസ്സലാമിന് സ്വാതന്ത്ര്യവും സൗകര്യമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും സയ്യിദുന അബുൽ ബസ്ർ ആദം നബി അലൈഹിസ്സലാമിന് എന്തില്ല, ഒരു നല്ല സമാധാനം, ഒരു നല്ല അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ തെന്നൽ ഉസ്താദിനെ ഇങ്ങനെ വേദികളിൽ വെച്ചാൽ പലപ്പോഴും കാണുന്നത്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വിവാഹ ജീവിതം ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ഹരമായി മാറുന്നു. അല്ലെങ്കിൽ എന്തോ ഒരു താല്പര്യത്തിന് വേണ്ടി, എന്തോ ഒരു കൂട്ടുജീവിതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധ ശറഇന്റെ ഹുക്കുമുകളൊക്കെ മറികടന്നുകൊണ്ട് അവർ ഇടപെടുന്നു. സത്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീയെ കാണാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? അവളുമായി വിവാഹാലോചന കുടുംബക്കാരുമായി നടത്തി അവർ ഇരുകൂട്ടരും അതിന് തയ്യാറാണെന്ന് കണ്ടാൽ ആ കുട്ടിയെ നമുക്കൊന്ന് കാണാം. കുട്ടിക്ക് അങ്ങോട്ടും കാണാം, ഇങ്ങോട്ടും കാണാം. പെൺകുട്ടിയുടെ മുഖവും മുൻകൈകളും കെട്ടാൻ ആഗ്രഹിക്കുന്ന, കെട്ടാൻ ഏറെക്കുറെ ധാരണയായിരിക്കുന്ന ആളിന് കാണാം. തിരിച്ചങ്ങോട്ട് അയാളുടെ മുഖവും മുൻകൈയുമൊക്കെ ഇവൾക്കും കാണാം. ആ ഒരു നോട്ടം അനുവദനീയമാണ്. അതെന്തിനാണ്? എൻ്റെ സുസ്ഥിരമാകുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു പങ്കാളിയാണ്. അതിൽ മനസ്സിൻ്റെ തൃപ്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൃപ്തി.
അവിടെ നിറങ്ങൾക്കോ സമ്പത്തിനോ സൗന്ദര്യത്തിനോ ഒന്നും വലിയ അടിസ്ഥാനമില്ല. കണ്ടാൽ എനിക്ക് തൃപ്തിപ്പെടുന്ന ഒരാളാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ നളർത ഇലൈഹ സർറത്തുക, നീ അവളിലേക്ക് നോക്കിയാൽ നിനക്ക് സന്തോഷമുണ്ടാകണം. ആ മുഖത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു മുഖമാകണം. വെളുപ്പ് കൊണ്ടല്ല സന്തോഷം കിട്ടുന്നത്, കറുപ്പ് കൊണ്ടുമല്ല സന്തോഷം കിട്ടുന്നത്. സന്തോഷം ഒരു മുഖലക്ഷണമാണ്. അത് കിട്ടിയാൽ അവിടെ കറുപ്പും വെളുപ്പും ഒന്നും പ്രശ്നമല്ല. അപ്പോ ആ സൗന്ദര്യം എന്ന് പറയുന്നത് തൊലിയുടെ വെളുപ്പിലോ അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ആ പെണ്ണിന്റെ ചിരിയിലോ അല്ല സൗന്ദര്യം ഇരിക്കുന്നത്. അവളുടെ മുഖഭാവത്തിൽ നിന്ന് കുറെ മുഖലക്ഷണങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. സ്വഭാവ സുന്ദരമാകുന്ന പാരമ്പര്യമുള്ളവളാണ്, അനുസരണയും അച്ചടക്കവുമുള്ളവളാണ്. ഭർത്താവെന്ന് പറയുന്ന ഒരു ഇണയെ കിട്ടിയാൽ അവളുടെ മാതാപിതാക്കൾ തമ്മിലുള്ള ജീവിതത്തെ പോലെ അവളും സന്തോഷകരമായി ജീവിക്കുന്നവളാണ്. ഇങ്ങനെയൊക്കെ അറിയാൻ ഈ കാഴ്ച ഉപകരിക്കും. അതുപോലെ തിരിച്ചിങ്ങോട്ടും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായി കടന്നു വരുന്ന ഭർത്താവ് സ്വഭാവ ഗുണമുള്ളവനാണ്, നല്ല മുഖലക്ഷണമുള്ളവനാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനും ആരാധന അർപ്പിക്കുന്നവനും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനുമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ആ പെൺകുട്ടിക്കും അധികാരമുണ്ട്. ഇങ്ങനെ ചുരുക്കത്തിൽ നമ്മളുടെ ഇന്നത്തെ മാതിരി ഒരാൾ പെണ്ണെട്ടാൻ നിശ്ചയിച്ച നാട്ടുമുഴിലുള്ള പെണ്ണിനൊക്കെ പോയി കാണും. മഅദല്ലാഹ്, അങ്ങനെ കാണാൻ പാടില്ല, അങ്ങനെ കാണിച്ചു കൊടുക്കാനും പാടില്ല. കെട്ടുമെന്ന് ധാരണയായാൽ മാത്രമേ കാണിച്ചു കൊടുക്കാവൂ. കെട്ടാനുള്ള ധാരണ, ബാക്കി കാര്യങ്ങളെല്ലാം അവർ സമ്മതിച്ചു, നമ്മളൊക്കെ സമ്മതിച്ചു. ഇനി അവർ വിവാഹത്തിന് സമ്മതമാണ്, കുട്ടിയെ കണ്ടാൽ മതി, അപ്പോഴേ എന്ത് ചെയ്യാവൂ, കുട്ടിയെ കാണിച്ചു കൊടുക്കാവൂ. അല്ലാതെ നോക്കട്ടെ കുട്ടിയെ കാണുന്ന ബാക്കി കാര്യമൊക്കെ സംസാരിക്കാം, അങ്ങനെ വേണ്ട. കെട്ടാൻ തീരുമാനിച്ചാലേ കുട്ടിയെ കാണേണ്ടതുള്ളൂ. അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തള്ളിപ്പോകുന്നവന് കുട്ടിയെ കണ്ടിട്ട് എന്താ കാര്യം, കാണേണ്ട കാര്യമില്ല. അതങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ആർഭാടകരമായി അല്ലെങ്കിൽ സമ്പത്ത് നോക്കി അല്ലെങ്കിൽ സൗന്ദര്യം നോക്കി ഒരിക്കലും പെണ്ണ് കാണാനും പോകരുത്, ആണിനെ കണ്ടിഷ്ടപ്പെടുകയും ചെയ്യരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാരണങ്ങളാൽ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് നാടുകളിൽ. ഒന്ന് ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ ഫൾഫർ ബിദാത്തിദ്ദീൻ. പണത്തിൻ്റെ പേരിൽ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഒരിക്കലും അത് കണ്ട് ആഗ്രഹിക്കരുത്. കോടീശ്വരിയായ ഒരു പെണ്ണെന്ന നിലയിൽ എന്ത് കത്തമാണെങ്കിലും വേണ്ടിയില്ല കെട്ടണം എന്നും പറഞ്ഞ് പോകുന്നവൻ അധപ്പതിച്ചു പോവുകയുള്ളൂ. അവനൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതുപോലെ കുടുംബം നോക്കി ചിലപ്പം കിട്ടും. വലിയ പ്രമാണിയാണ്, ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മോളാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മോളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഖാദിയുടെ മോളാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടാൻ പോകുന്നു. അതുമാത്രം നോക്കിയിട്ട് കാര്യമില്ല, ആ മകളുടെ സ്വഭാവവും ശൈലിയും അറിയണം. അപ്പോൾ കുടുംബം നോക്കിയിട്ടും മാത്രം കെട്ടരുത്, കുടുംബം ആവശ്യമാണ്. പിന്നെ പറഞ്ഞു വലിയ ജമാലിഹ, സൗന്ദര്യം നോക്കി കിട്ടുന്ന ആളുകളുണ്ട്. സൗന്ദര്യം മാത്രം നോക്കി കണ്ടിഷ്ടപ്പെട്ട് കെട്ടുക എന്ന് പറയുന്ന ചില ശൈലിയുണ്ട്, അത് വലിയ അപകടത്തിൽ പോയി വീഴും. 4ാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വലി ദീനിഹ, ഒരു കുട്ടിയുടെ ദീൻ മനസ്സിലാക്കിയിട്ട് കെട്ടുന്ന കുടുംബ ബന്ധമുണ്ട്. അവളുടെ ഉമ്മ വിവരമുള്ളവളാണ്, വാപ്പ പണ്ഡിതനാണ്, അവർ തമ്മിലുള്ള ജീവിതം മതപരമാകുന്ന ചിട്ടയ്ക്കൊത്തതാണ്, അവരുടെ മക്കളൊക്കെ നല്ല ദീനി സംവിധാനത്തിലാണ്. ഈ കുട്ടിയും നിസ്കാരവും ഇബാദത്തും ഒക്കെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന, വാപ്പയെ അനുസരിക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന നല്ല കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടിയെ ബോധ്യപ്പെട്ടാൽ ഫൾഫർ ബിദാത്തിദ്ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ നീ കെട്ടിക്കോ. അവിടെ അല്പം സൗന്ദര്യം കുറഞ്ഞാലും സമ്പത്ത് തീരെയില്ലെങ്കിലും കുടുംബം വലിയ പ്രതാപമൊന്നുമില്ലെങ്കിലും മാന്യമായൊരു കുടുംബത്തിൽ നിന്ന് ദീനുള്ളൊരു പെണ്ണിനെ നിനക്ക് കിട്ടിയാൽ ആ പെണ്ണിനെ നീ കെട്ടിക്കോ. ഫൾഫർ ബിദാത്തിദ്ദീൻ, നീ ദീനുള്ള പെണ്ണിനെ കെട്ടിക്കോ. തരിബത്ത് യദാക്, അതല്ലെങ്കിൽ നിന്റെ കൈ മണ്ണ് കുത്തിപ്പോകട്ടെ, അഥവാ നശിച്ചു പോകും, പരാജയപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
അപ്പോൾ ഭൗതികമാകുന്ന പ്രൗഢിയോ സാമ്പത്തികമാകുന്ന മേൽക്കോയ്മയോ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മാനദണ്ഡമാക്കി എടുത്തിട്ടില്ല. മതപരമാകുന്ന പുരോഗതി നോക്കി ഇൽമിന്റെ അഹ്ലുകാർ തമ്മിൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്. ഫാത്തിമത്തു ഖിത്അത്തും മിൻ കബിദി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എൻ്റെ മകൾ. എനിക്ക് സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കും. അവൾ സ്വർഗീയ വനിതയാണ്. അത്ര മനോഹരമാകുന്ന ദീനീ ചിട്ടയും അറിവും അഴകും എല്ലാം ഉള്ളവളാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്ത് സുഹറ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയെ ഒരു ഭർത്താവിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നത് ഇൽമിൻ്റെ അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ ഇൽമിൻ്റെ ഒരു മണ്ഡലമാണെങ്കിൽ അതിൻ്റെ കവാടം പ്രിയപ്പെട്ട അലിയാണ്. അത്രത്തോളം അറിവിൻ്റെ ഔന്നിത്യത്തിൽ നിൽക്കുന്ന അനുഗ്രഹീതനായ നേതാവാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരെയാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വേണം നമ്മൾ വിവാഹ ബന്ധങ്ങളിൽ ഇടപെടാനും, അങ്ങനെ വേണം നാം അങ്ങനെ ആഗ്രഹിക്കാനും ചിന്തിക്കാനും ഒക്കെ. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ബന്ധങ്ങൾ ബന്ധപ്പെടുത്തി നമുക്കും നമ്മുടെ തലമുറയ്ക്കും ദീൻ പുഷ്ടിപ്പെടുത്തി കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഇലിനു ഹാദൻ നിക്കാഹ, നിക്കാഹ് ഒന്ന് പരസ്യപ്പെടുത്തി വേണം ചെയ്യാൻ. അത് രജിസ്റ്റർ വിവാഹമാക്കിയിട്ട് കാമിച്ചും പ്രേമിച്ചും മോഹിച്ചും കൊള്ള നിക്കാഹ്, അതിനൊന്നും കൂട്ടുനിൽക്കാനേ പാടില്ല. അങ്ങനത്തെ ഒരു വഴിവിട്ട ചിന്താഗതി ചിന്തിക്കാനേ പാടില്ല. ഞാൻ പറഞ്ഞില്ലയോ, നമ്മൾ നോട്ടവും കേൾവിയും ഒക്കെ ഹറാമാണെന്ന് ഫിഖ്ഹിൽ പഠിച്ച് ആ ഹറാമിൻ്റെ വഴിയെ നമ്മൾ പോകാൻ പാടില്ല. ഒരന്യ പെണ്ണിനെ കാണൽ എനിക്ക് ഹറാമാണ്, കേൾക്കലും എനിക്ക് ഹറാമാണ്. ഇന്ന് പെണ്ണ് കണ്ട് പിരിഞ്ഞാൽ തന്നെ മൊബൈലുകൾ കൈമാറിയിട്ടാണ് പിരിയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പെണ്ണ് കണ്ട് പിരിയലോടുകൂടെ അല്ലെങ്കിൽ വാക്ക് ഉറപ്പിച്ച് പിരിയലോടുകൂടെ അവരൊരിക്കലും ദമ്പതിമാരാകുന്നില്ല. അവർ കാണാനും പറയാനും പറ്റിയവരാകുന്നില്ല. അവരിപ്പോഴും അന്യവർ തന്നെയാണ്. നിക്കാഹ് എന്ന് പറയുന്ന ഉത്തരവാദിത്വമുള്ള അഖദ് നടക്കുന്നത് വരെയും അവർ അന്യവരാണ്. നിക്കാഹിന്റെ അഖദ് നടത്തുന്ന പിന്നെ ചിലപ്പം കൂട്ടിക്കൊടുക്കലും ആഘോഷവും ഒക്കെ പിന്നാക്കിയാലും അവർക്ക് വേണമെങ്കിൽ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യാം. അത് വിരോധമില്ല. അവർക്കൊന്നിച്ച് സഞ്ചരിക്കാം, അവർക്കൊന്നിച്ചു പോകാം, ഒന്നിച്ച് കഴിയാം. അതിന് കുടുംബക്കാരെ അവസരം കൊടുത്താലും ഇല്ലെങ്കിലും അവർക്ക് പറ്റും. കാര്യം നിക്കാഹ് കഴിഞ്ഞു, ഇനി അവർക്കത് അനുവദനീയമാണ്. അതിൻ്റെ മുമ്പ് പെണ്ണ് കണ്ട് പിരിഞ്ഞോ വാക്കുറപ്പിച്ച് പിരിഞ്ഞു എന്നതിൻ്റെ പേരിൽ ഈ സഹോദരിയും ആ സഹോദരനും തമ്മിൽ ആവശ്യമില്ലാത്ത അനാവശ്യമാകുന്ന വിളികൾ, സംസാരങ്ങൾ, ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ, അതെല്ലാം ഹറാമാണ്. പിന്നെ എവിടെങ്കിലും വിളിച്ചോണ്ട് പോവുക, അത് ഇന്നത്തെ സഞ്ചാരം. ഇന്ന് കണ്ടില്ലേ, കല്യാണ മണ്ഡപങ്ങളുടെ മുന്നിൽ ഫോട്ടോ വെച്ചേക്കാണ്. ആരുടെ ഫോട്ടോയാ? നിക്കാഹിൻ്റെ മുമ്പ് നിക്കാഹിന് വരുന്ന ആളുകൾ കാണുന്നത് ഈ പെണ്ണും ചെറുക്കനും കൂടെ തോളെ കൈയിട്ട് നിൽക്കുന്നതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ നിക്കാഹ് ജീവിതം വളരെ ഹറാമിൻ്റെ കൊടികുത്തി വാഴുന്ന ദയനീയമായ മണ്ഡലങ്ങളാക്കി ജനങ്ങൾ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അറിവുള്ള നമ്മൾ ഒരിക്കലും ആ വഴിക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെ ജനിക്കുന്ന ദാമ്പത്തിക ജീവിതത്തിരിക്കുന്ന കുട്ടികളും ഒരുപക്ഷെ ദീനിയായി വളർന്നുകൊള്ളണമെന്നില്ല, അനുസരണയുള്ളവരായി വളരണമെന്നില്ല. അവരോട് പിന്നെ ദീൻ ഉപദേശിച്ചാൽ അവിടെ കൽവിൽ അത് കയറിക്കൊള്ളണമെന്നില്ല. കാര്യം മാതാപിതാക്കൾ തന്നെ വഴിവിട്ട വഴിയിലാണ് വന്നതെങ്കിൽ അവരിൽ ജനിക്കുന്നവർക്കും അതിൻ്റെതാകുന്ന കറുപ്പുകളും അഴുക്കുകളും ഒക്കെ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിനാൽ അങ്ങനത്തെ വിവാഹത്തിന് മുമ്പ് തന്നെ അത്തരം ഫോട്ടോ ഒരു മുസ്ലിം വീടുകളിലും വെക്കാൻ പാടില്ല. ചെറുക്കനും പെണ്ണും കൂടെ കൈ കൊടുത്ത് നിൽക്കുന്നു, തോളെ കൈയിട്ട് നിൽക്കുന്നു, ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നു. അത്തരത്തിലുള്ള ഫോട്ടോകളൊന്നും ഒരു മണ്ഡപത്തിലോ അല്ലെങ്കിൽ ഒരു കാർഡിലോ അടിക്കാനോ കൊടുക്കാനോ പാടില്ല. ഇനി വിവാഹം കഴിച്ചാൽ തന്നെ അവർക്ക് സ്വകാര്യമായി അനുവദിച്ച ഇടപെടലുകൾ ഫോട്ടോ എടുത്ത് ഫ്ലക്സിലും വാട്സപ്പിലും അങ്ങനെ പാസ് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൂടുതൽ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തൊരു കാര്യമാണ് അത്. അങ്ങനെ ചെയ്യാൻ പാടില്ല.
റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിക്കാഹിനെ പരസ്യപ്പെടുത്തണമെന്ന് പറഞ്ഞത് സാലിഹീങ്ങളുടെ പ്രാർത്ഥന കിട്ടാനാണ്. നല്ല ആളുകളെ കല്യാണത്തിൽ വിളിക്കണം, ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുകളെ വിളിക്കണം. അതുപോലെ ഇവരിനി എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇവർ നിക്കാഹ് കഴിയും മുമ്പ് പോന്നതാണോ എന്നൊന്നും ആർക്കും സംശയം വരേണ്ട കാര്യമില്ല. അങ്ങനെ നിക്കാഹ് പരസ്യപ്പെടുത്തണം. പക്ഷെ അത് അവഹേളനമാകരുത്. ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഭയങ്കര കല്യാണമെന്ന് പ്രൗഢി കാണിക്കാൻ വേണ്ടി ആകരുത്. അങ്ങനെയും ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വജഅലൂഹു ഫിൽ മസാജിദി, മണ്ഡപങ്ങളിലൊക്കെ കൊണ്ടുവച്ച് ആർഭാട പുരസ്സരമാക്കാതെ നിക്കാഹ് നടക്കുന്നെങ്കിൽ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തണം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ രക്ഷകർത്താക്കളോട് ആവശ്യപ്പെടണം, എൻ്റെ നിക്കാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ വജഅലൂഹു ഫിൽ മസാജിദി, പള്ളിയിൽ വെച്ച് വേണം നിക്കാഹ് നടത്തണമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു. എന്തിനാണ്? മലക്കുകളുടെ സാന്നിധ്യമുണ്ടാവും, സ്വാലിഹായ അർവാഹുകളുടെ സാന്നിധ്യമുണ്ടാകും, ദുആക്ക് ഇജാബത്തുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ടാകും. ഇഅ്തികാഫും ഒളുവും തഖ്വയുമുള്ള ഒരു മജ്ലിസായിരിക്കും പള്ളിയിലുള്ള മജ്ലിസ്. ആ മജ്ലിസിൽ വെച്ച് ജീവിതത്തിൻ്റെ ഒരു ഉടമ്പടി കൈമാറുകയാണ്. അത് അത്രയും ഭദ്രമായിരിക്കണം. അല്ലാതെ എൻ്റെ നിക്കാഹ് അടിച്ചു പൊളിക്കണം, എൻ്റെ നിക്കാഹ് അടിച്ചു തകർക്കണം, അത് പൈശാചികമായ ചിന്തയാണ്. എൻ്റെ നിക്കാഹ് പരമാവധി സുന്നത്തുകൾ മുറുക്കി പിടിക്കുന്നൊരു നിക്കാഹാവണം എൻ്റെ നിക്കാഹ് എന്ന് വേണം നമ്മളെല്ലാവരും ദുആരക്കാൻ. അതിനുവേണ്ടി ദുആരക്കണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നബി ഖുർആൻ പഠിപ്പിച്ച് അങ്ങനെ ദുആരക്കണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെയും ഞങ്ങളുടെ ഭർത്താവ് ഭാര്യമാരുടെ ഇടയിലും ഖുർറത അയ്യുൻ, കൺ കുളിർമ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ കൺ കുളിർമയാകണമെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴേ കൺ കുളിർമ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചില വാപ്പമാർ കടയുന്ന കണ്ടിട്ടില്ലേ, പഠിച്ചവനെ എനിക്കൊരു മോൻ ഉണ്ടായിരുന്നു, അവൻ എവിടുന്നോ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു, ആകെ നശിച്ചു, എൻ്റെ പേര് ദോഷമായി, കുടുംബമായി. അവൻ പിന്നെ അതുകൊണ്ട് കറങ്ങി നടക്കുന്നു, കുറേ കൂട്ടുകാരുമായിട്ട് ഭൂപാലന്മാരുമായിട്ട് ജീവിതം മുഴുവൻ ഹറാമായി. ചില പെൺപിള്ളേരും ഉണ്ടാവും അങ്ങനെ, ബാപ്പയും ഉമ്മയും ഒന്നും നോക്കാതെ ഏതോ ഒരു കോന്തൻ്റെ പുറകെ ഇറങ്ങി അങ്ങ് പോകും. എന്നിട്ട് അവനുമായി ഭയങ്കരമായി അടിച്ചു പൊളിച്ചുള്ള ജീവിതം. ബാപ്പയെ അറിയുന്നില്ല, ഉമ്മയെ അറിയുന്നില്ല, അവരെ കരച്ചിൽ കാണുന്നില്ല, സങ്കടം കാണുന്നില്ല, ദയനീയമാകുന്ന നരകീയ ജീവിതം. അവിടെ നിന്നും ഖുർറത്തു ഐൻ ഉണ്ടാവില്ല. അങ്ങനൊന്നും വരാതിരിക്കാൻ ഈ ദുആ ഇപ്പോഴേ ദുആരക്കണം. ഇണകൾ വരുന്നതിൻ്റെ മുമ്പേ ഈ ദുആയ്ക്ക് പ്രസക്തിയുണ്ട്. അപ്പോ അത്തരം പര്യാപ്തമാകുന്ന ഇണകളെ അല്ലാഹു തആല തരും. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ, ഞങ്ങളുടെ ഇണകളെ കൊണ്ടും ഞങ്ങളുടെ മക്കളെ കൊണ്ടും ഞങ്ങൾക്ക് കൺ കുളിർമ നൽകണേ അല്ലാഹ് എന്ന ദുആ നമ്മൾ ഇപ്പോഴേ ദുആരക്കണം. പിന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എപ്പോഴും ദുആരക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയക്ക് ഒരു 10-20 ചില്ലുവാനം തഫ്സീറുകളുണ്ട്. അതിൽ അലി ഇബ്നു അബി താലിബ് തങ്ങൾ പറയുന്നൊരു തഫ്സീർ ഇമാം ഖാദി ബൈളാവി ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഐ അൽ മർഅത്ത സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ എനിക്ക് തരണേ അല്ലാഹ്. നിസ്കരിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന, സൽ സ്വഭാവമുള്ള, സൽഗുണമുള്ള, നല്ല ഒരു സ്വാലിഹത്തായ അറിവുള്ള ഒരു പെൺകുട്ടി എനിക്ക് തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹൗറാ, ഹൗറലീങ്ങളാകുന്ന വനിതകളെ എനിക്ക് തരണമേ അല്ലാഹ്. വഖിനാ അദാബന്നാർ, അന്നാർ എന്ന് പറഞ്ഞാൽ അൽ മർഅത്തു സയ്യിഅ, ദുസ്വഭാവിയായ പെണ്ണിനെ തൊട്ട് എന്നെ കാക്കണേ അല്ലാഹ്, അവൾ നരകമാണ്. വഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അൽ മർഅത്തു സയ്യിഅ, ദുസ്വഭാവിയായ പെണ്ണിനെ എനിക്ക് തരല്ലേ അല്ലാഹ്, അതിനെ തൊട്ട് എന്നെ കാക്കണേ റഹ്മാനെ, നരകമായി പോകും. കല്യാണത്തോടുകൂടെ ചില ആണുങ്ങളുടെ കാല് കെട്ടും, അവൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, വരച്ച് വരെ നിർത്തിയിട്ട് അവനെ പാഠം പഠിപ്പിക്കും. അങ്ങനത്തെ പെണ്ണുങ്ങൾ എവിടൊക്കെയോ ഉണ്ട്. അതൊന്നും വരാതിരിക്കാൻ നമ്മൾ കാലയെ കൂട്ടി ശ്രദ്ധിക്കണം. നിക്കാഹോടുകൂടെ ഖുർറത്തു ഐൻ, കൺ കുളിർമ ലഭിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ കൺ കുളിർമ ലഭിക്കണമെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമാകുന്ന ഒരു ഇടപെടൽ നമുക്കുണ്ടാകണം. എന്നാലേ നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ നല്ലട്ടെ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു വദ്രിബു അലൈഹി ബിദ്ദുഫൂഫ്, ഒരാഘോഷമല്ലേ, ദഫ് മുട്ടിയിട്ട് നിക്കാഹിന് നിങ്ങൾ ആഘോഷിച്ചു കൊള്ളുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദഫിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കോപ്പിരാട്ടിയാകരുത്. ശറഅ അനുവദിച്ച രൂപത്തിൽ സുന്നത്തായ രൂപത്തിലുള്ള ദഫ് മുട്ടിയിട്ട് കാലുപൊക്കി കളിയല്ല, കഴുത്തമേ കൂടെയുള്ള കളിയല്ല. അത് മനോഹരമായ ശറഅ അനുവദിച്ച രൂപത്തിലുള്ള ദഫ് മുട്ടിയിട്ടുള്ള ആനന്ദവും പാട്ടും മദ്ഹ് പാടലുമൊക്കെ കല്യാണത്തിന് നല്ലതാണെന്നൊക്കെ ഇമാം തുറുമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ യാ മഅശറ ശബാബ്, ഓ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫലതസവ്വജ്, വിവാഹത്തിനുള്ള നിങ്ങൾ തായിഖും ഖാദിറുമാണെങ്കിൽ, നിങ്ങൾ വൈവാഹിക ബന്ധം സന്തോഷകരമാക്കാനുള്ള ശാരീരിക സാഹചര്യവും അതിലേക്കുള്ള താല്പര്യവും നിങ്ങൾക്കുണ്ട്, ഖാദിറുൻ, നിങ്ങൾ അവൾക്ക് ചെലവ് കൊടുക്കാനും നല്ല സേഫ്റ്റിയുള്ളൊരു വീട് കൊടുക്കാനും നല്ല അനുയോജ്യമാകുന്ന വസ്ത്രം കൊടുക്കാനുമുള്ള സാമ്പത്തിക സൗകര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫലതസവ്വജ്, പിന്നെ വിവാഹം കഴിക്കണം. അങ്ങനെ വിവാഹം കഴിച്ചുള്ള ഗുണം എന്താണ്? അഗള്ളുൽ ബസർ, പിന്നെ അന്യ പെണ്ണിനെ നോക്കാൻ മനസ്സനുവദിക്കില്ല. നിങ്ങൾക്ക് തന്നെ സ്വന്തം സ്ത്രീ, നിങ്ങൾക്ക് ഇണയെ കിട്ടിയല്ലോ. വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ശാരീരികമാകുന്ന ഒരു നല്ല നിങ്ങളുടെ കുലീനത നിലനിർത്താനും അത് അനിവാര്യമാണ്. വമല്ലം യസ്തതിഇ ഫഅലൈഹി ബിസ്സൗം, അതിന് നിങ്ങൾക്ക് കഴിയാത്തവരാണോ എന്നാൽ നിങ്ങളും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകല്ലേ, ഹറാമാകുന്ന അശ്ലീല സാഹചര്യങ്ങളിലേക്ക് പോകല്ലേ. നിങ്ങൾ ദിക്റും സ്വലാത്തും നോമ്പും പിടിച്ച് നിങ്ങൾ അല്ലാഹുവിൽ സമർപ്പിച്ച് നിങ്ങൾ കഴിയുക. നിങ്ങളെ കാത്തിരിക്കുന്ന ഹൂർലീങ്ങളുണ്ട്. അപ്പോ ഇങ്ങനെ ഒരുപാട് സമാധാനം മനുഷ്യ സഹജമായി നബി സല്ലല്ലാഹു ഇടപെട്ട് നമ്മളെ ആ വിഷയത്തിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെതാകുന്ന കുറേ കടമകളും കുറേ കടപ്പാടുകളും നമുക്ക് പഠിപ്പിച്ചു തന്നു. നിക്കാഹ് എന്ന് പറയുന്ന ചിന്താഗതി അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൻ നിക്കാഹ് മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ ഒരു സുന്നത്താ മക്കളെ. നമ്മൾ ബ്രഹ്മചര്യയുടെ മതക്കാരല്ല. വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ശാരീരിക ആഗ്രഹങ്ങളെ മരവിപ്പിച്ച് നശിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ട ബ്രഹ്മചര്യയുടെ ആളുകളല്ല നമ്മൾ. എത്ര വേണമെങ്കിലും കെട്ടിക്കോ എന്ന് പറയുന്ന മൃഗീയ സ്വഭാവമുള്ളവരുമല്ല നമ്മൾ. നമുക്ക് പരിമിതികളും പരിധികളുമുള്ള അനുഗ്രഹീതമാകുന്ന ബന്ധമാണ് നിക്കാഹു മിൻ സുന്നത്തി. നിക്കാഹ് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മൻ റഗിബ സുന്നത്തി തബിഅ മില്ലത്തി, അതിനെ നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും വേണം. എനിക്കിങ്ങനെ ഒറ്റയ്ക്കങ്ങ് ജീവിച്ചാൽ മതി. ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ പാശ്ചാത്യ ചിന്തകൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനിലും വാട്സപ്പൊക്കെ ദയവ് ചെയ്ത് ആ സാധനം എടുക്കരുത്. ഓൺലൈനിലും വാട്സപ്പും ഒന്നും നമുക്ക് ഖൈറിനേക്കാൾ ഷെറാണ്. കള്ള് തടയാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞ അതാണ്. കുറച്ചൊക്കെ നെഫ് അതിലുണ്ടെങ്കിലും കൂടുതലും അത് ലററാണ്. അതുകൊണ്ടത് വേണ്ട. ഇതുപോലെ നമ്മുടെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ചില വലിയ ഉദ്യോഗസ്ഥന്മാരോ വലിയ വിദ്യാസമ്പന്നന്മാരോ വലിയ മുതലാളിമാരോ ഒക്കെ അവർക്ക് ആവശ്യവും ഉപകാരവുമുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്, ഉപയോഗപ്പെടുത്തിക്കോട്ടെ. ചെറുപ്പക്കാരാകുന്ന വിദ്യാർത്ഥികളാകുന്ന പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാൾ മൂല്യമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥങ്ങളിലുണ്ട്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഉസ്താദന്മാരിൽ നിന്ന് കിട്ടാനുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. പഠിപ്പിക്കുന്ന പുസ്തകം പഠിക്കാതെ ഒളിച്ചും പാത്തും ഓൺലൈനിന്റെ പുസ്തകം പഠിക്കാനിരിക്കുന്നവൻ ആ സ്ഥാപനത്തെ ചതിക്കുന്നവനാണ്, ആ സ്ഥാപനത്തെ വഞ്ചിക്കുന്നവനാണ്, ഗുരുവിനോട് കാണിക്കുന്ന ഗുരുത്തക്കേടാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പഠിക്കുന്ന പാഠം പഠിക്കാതെ പഠിച്ചത് ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് കേട്ടുകൊണ്ട് വരിക, മടക്കി വെക്കുക, ഉസ്താദിനെ കബളിപ്പിക്കുക, സ്ഥാപനത്തെ വഞ്ചിക്കുക പാടില്ല. ഏതെങ്കിലുമൊക്കെ ഒഴിവ് സമയത്ത്
എപ്പോഴെങ്കിലുമൊക്കെ അനിവാര്യമാകുന്ന എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ നടത്താമെന്നല്ലാതെ നമ്മുടെ പഠന സമയത്ത് അത്തരം സംവിധാനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടരുത്. അതിൻ്റെ പേരിൽ ഇന്ന് വന്ന ഭവിഷ്യത്ത് എന്താണ്? ഇന്ന് വന്ന ഭവിഷ്യത്ത് ഏതാണിനും ഏത് പെണ്ണുമായി ചാറ്റ് ചെയ്യാം, ഏത് പെണ്ണിനും ഏതാണുമായി ചാറ്റ് ചെയ്യാം. ഫത്തുഹുൽ മുഈനിൽ പറയുന്നുണ്ട്, സൗത്ത് ഔറത്തല്ല. സൗത്ത് ഔറത്തല്ല എന്ന് പറഞ്ഞതിൻ്റെ മഅന എന്താണ്? ഒരു സ്ത്രീയെ കാണൽ ഹറാമാണ്, പക്ഷെ അവളുടെ ശബ്ദം മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് പിന്നെ മാമ സുഖമാണോ, അല്ലെങ്കിൽ പിന്നെ സുഹൃത്തെ സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് വിരോധമില്ല. മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ എത്ര തഖിയ്യത്തും നഖിയ്യത്തുമാണ്. നബി തങ്ങളുടെ സഹാബാക്കൾ എത്ര വലിയ തഖിയ്യും നഖിയ്യുമാണ്. എന്നിട്ട് അവരോട് അല്ലാഹു തആല എന്താ പറഞ്ഞേ? ഫൈദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. സഹാബാക്കളോടാ പറയുന്നത്. സഹാബാക്കളെ നിങ്ങൾ ആരാ സഹാബാക്കൾ? വേറെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഉലൈകല്ലദീന അംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. സഹാബാക്കൾ മുഴുവൻ മുത്തഖീങ്ങളാണെന്ന് അല്ലാഹു പരീക്ഷിച്ച് ക്രെഡിറ്റ് കൊടുത്തവരാണ്. ആ മുത്തഖീങ്ങളായ സഹാബത്തിനോട് പറയുകയാണ്, ഫൈദാ സഅൽതുമൂഹുന്ന, നിങ്ങൾ നബി തങ്ങളുടെ ഭാര്യമാരോട് നബി തങ്ങളുടെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും സാധനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നബി തങ്ങൾ തലയണ എടുത്തുകൊണ്ട് വരാൻ പറയും, ചിലപ്പോൾ ഒരു പാത്രം വാങ്ങിക്കൊണ്ട് വരാൻ പറയും, ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറയും. ഇതൊക്കെ സഹാബാക്കളാണ് പോയി വാങ്ങുന്നത്. എവിടാ പോയി വാങ്ങുന്നത്? പള്ളിയുടെ ചാരത്തുള്ള വീടുകളിലേക്കാണ് അവർ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശം, ചില സഹാബാക്കൾ നബിയുടെ ഭാര്യമാരുമായി നേരിട്ട് ചോദിക്കുന്നു, നേരിട്ട് സംസാരിക്കുന്നു, നേരിട്ട് കാര്യങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നു. ഇത് അല്ലാഹു തആല പൊരുത്തപ്പെട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, നബിയെ, നബിയുടെ സഹാബാക്കളാണെങ്കിലും ഇദാ സഅൽതുമൂഹുന്ന, അവിടുത്തെ ഭാര്യമാരോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഖുർആനിലുണ്ട്, ഹിജാബിന്റെ പുറകിൽ നിന്നേ ചോദിക്കാവൂ. ആ വീട്ടിൽ കർട്ടനുണ്ട്, ആ വീട്ടിൽ വാതിലുണ്ട്, ആ വാതിൽ അടച്ചിട്ട് പുറകിൽ നിന്നിട്ട് ഇത്ത അല്ലെങ്കിൽ ഉമ്മ ഇന്നത് ആവശ്യമുണ്ട്, തങ്ങളുപ്പ ചോദിച്ചു എന്ന് ചോദിക്കാൻ പാടുള്ളൂ. ഇത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ഖുർആനിന്റെ മര്യാദകൾ ഇന്ന് നമ്മുടെ വീടുകളിൽ പോലും എടുത്തു കളഞ്ഞു. ആരെയും കാണാം. സത്യത്തിൽ നിയമപരമായി എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ എനിക്ക് കാണാൻ പാടില്ല, എൻ്റെ അനുജന്റെ ഭാര്യയെ എനിക്ക് കാണാൻ പാടില്ല. സംസാരിക്കാം. ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ പോകാറുണ്ട്. അവരുടെ മറയുടെ പിന്നിൽ നിന്ന് അവർ ഞാനുമായി സംസാരിക്കും. എൻ്റെ അനുജന്റെ വീട്ടിൽ ഞാൻ പോകാറുണ്ട്. അവർ മറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കും. വിശേഷം എന്തൊക്കെയുണ്ട്, സുഖമാണോ, അവിടെ ഉണ്ടോ, അവിടെ നിന്നൊക്കെ ചോദിക്കും. അതിന് ജസ്റ്റ് മറുപടിയും പറഞ്ഞ് നമ്മൾ പോരും. എൻ്റെ കുടുംബമാണെന്ന് കരുതി അള്ളാഹു അനുവദിക്കാത്തത് അനുവദിക്കാൻ പാടില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഹുബ്ബ് വെക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോലും ചെയ്യരുത്. പിന്നെ നമ്മൾ സ്നേഹിക്കേണ്ടത് മുത്തുനബിയാണ്. മുത്തുനബിയെ സ്നേഹിക്കേണ്ടത് ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എൻ്റെ സ്വന്തം നഫ്സിനെക്കാളും ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞപ്പോഴാണ് അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് നിങ്ങൾ പൂർണ്ണ മുഅ്മിനായത് എന്ന് അല്ലാഹു തആല നബി തങ്ങൾ പ്രഖ്യാപിച്ചത്. അപ്പൊ എൻ്റെ നഫ്സിനെക്കാളും നബിയെ സ്നേഹിക്കുന്ന അർത്ഥം എന്താണ്? എനിക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് നബി തങ്ങൾ തടഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഞാനത് ചെയ്യരുത്, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യരുത്. നബി തങ്ങൾക്കും അത് ഇഷ്ടമാണെങ്കിലേ ചെയ്യാവൂ. അപ്പൊ ശറഇൽ സുന്നത്തായതേ, ശറഇൽ അനുവദിച്ചതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ കണ്ടവരെയൊക്കെ കാണാം, കണ്ടവരുമായിട്ടൊക്കെ വർത്താനം പറയാം. ഒരു പെണ്ണ് കണ്ടു എന്നതിൻ്റെ പേരിൽ അവളുമായി ചാറ്റുക, സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചു എന്നതിൻ്റെ പേരിൽ അവളുമായി ചാറ്റുക, അല്ലെങ്കിൽ കോളേജിൽ ഒന്ന് കണ്ടുപോയതിൻ്റെ പേരിൽ ഒന്നിച്ച് ചാറ്റുക, ഒരു ബസ്സിൽ എപ്പോഴോ ഒന്ന് യാത്ര ചെയ്തതിൻ്റെ പേരിൽ അവളുമായി കമ്പനിയാവുക, ഒരു കടയിൽ തുണി മേടിക്കാൻ പോയതിൻ്റെ പേരിൽ അവളെ നമ്പരി മേടിച്ചുകൊണ്ട് വരിക. ഇങ്ങനെ ഹറാമിൻ്റെ കൊടികുത്തുന്ന ലോകമാണ് ഇന്നത്തെ ലോകം. അവസാനം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? ഇന്ന് വിവാഹം വേണ്ട, നിക്കാഹ് വേണ്ട, പിന്നെന്ത് വേണം? പങ്കാളി വേണം. എൻ്റെ കൂട്ടുകാരിയായ പെണ്ണ് എൻ്റെ പങ്കാളിയാണ്. എൻ്റെ പങ്കാളി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, എൻ്റെ റൂമിൽ രണ്ടുപേരും മാത്രം കിടന്നുറങ്ങാം, എൻ്റെ സ്വകാര്യങ്ങളും എൻ്റെ രഹസ്യങ്ങളുമെല്ലാം അവളുമായി പങ്കുവെക്കാം. അത് സർക്കാരിനോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ ഒന്നും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് പിരിയാം. കാരണം എന്താ? നിക്കാഹില്ല, വിവാഹബന്ധം രജിസ്റ്റർ ചെയ്തിട്ടില്ല.
ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ല. ഭാര്യയും ഭർത്താവും അല്ലാത്തതുകൊണ്ട് ഹക്കിടപാടൊന്നുമില്ല, വിവാഹമോചനമോ ഒന്നും അവിടെ പറയേണ്ടതില്ല. ആവശ്യമുള്ള കാലത്തോളം അവളുമായി കഴിയുന്നു. അതെന്തെല്ലാം സൗകര്യവും സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം പങ്കുവെക്കുന്നു. ഇഷ്ടമില്ലെന്ന് കണ്ടാൽ രാവിലെ പിരിയുന്നു, അടുത്ത കൂട്ടുകാരിയെ പിടിക്കുന്നു, അവളുമായിട്ട് ഇഷ്ടമുള്ള കാലത്തോളം ജീവിക്കുന്നു. ഇഷ്ടമുള്ള രൂപത്തിൽ ശാരീരികമായോ ലൈംഗികമായോ ഒക്കെ ഇടപെടുന്നു. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. വിവാഹം എന്ന ഇടപാടില്ല, ഉത്തരവാദിത്തപ്പെട്ടൊരു ജീവിതമില്ല. അവർക്ക് മക്കളില്ല. ചൈന ഇന്ന് അനുഭവിക്കുകയാണ്. ചൈനയിൽ മക്കളില്ലാത്ത ദാരിദ്ര്യം ചൈനയുടെ സർക്കാർ പ്രോത്സാഹനം ചെയ്യുന്നു. 3 മക്കളുണ്ടെങ്കിൽ ആ മക്കളെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും സർക്കാർ ഏറ്റെടുത്തോളാം. നിങ്ങൾ മക്കളെ വർദ്ധിപ്പിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രഖ്യാപനം ചൈന ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. മുത്തുനബി തങ്ങൾ പറഞ്ഞു, തസവ്വജുൽ വലൂദ് അൽ വദൂദ്, നല്ലപോലെ കൂടുതൽ പ്രസവിക്കുന്ന പെൺകുട്ടിയെ കെട്ടണം, കൂടുതൽ പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്ന് കെട്ടണം. 1, 2, 3 മക്കളല്ല നമുക്ക് ആവശ്യം. നബി തങ്ങൾ പറഞ്ഞു, ഫൈന്നി മുക്കാസിറും ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്ത് മറ്റുള്ള ഉമ്മത്തിനേക്കാളെല്ലാം കൂടുതൽ മഹ്ശറയിൽ ഇങ്ങനെ പരന്നു നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സന്താന സൗഭാഗ്യമുള്ളവരാകണം. മക്കൾ അത് ഏറ്റവും വലിയ സ്വത്താണ്. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ മക്കളാണ്. കാരണം മരണാനന്തരം ഉപകരിക്കുന്ന സ്വത്ത് അവരാണ്. നമ്മളൊന്ന് മരിച്ചാൽ ഒന്ന് യാസീൻ ഓതാൻ ആ മക്കളാണുള്ളത്, വാപ്പാക്കൊരു ഖത്തം ഓതാൻ ആ മക്കളാണുള്ളത്. ആരെല്ലാം മറന്നുപോയാലും കാലാന്തരത്തിലും മറക്കാതെ ദുആ ഇരക്കാൻ ആ മക്കളാണുള്ളത്. അതുകൊണ്ട് മക്കൾ സമ്പാദ്യം. നബി തങ്ങൾ പറഞ്ഞു, വൈന്ന ഔലാദക്കും മിൻ അത്യ്യബി കസ്ബിക്കും, നിങ്ങളുടെ ഉന്നതമാകുന്ന അധ്വാനമാണ് നിങ്ങളുടെ മക്കള്. നിങ്ങളുടെ മനോഹരമാകുന്ന ത്വയ്യിബുൻ നഫ്സ് കൊണ്ടുള്ള അധ്വാനമാണ് മക്കള്. അതുകൊണ്ട് ആ മക്കൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചൈന എന്തെല്ലാം പ്രോത്സാഹനം കൊടുക്കാം. പ്രസവിക്കുന്ന പെണ്ണുങ്ങൾക്ക് മുഴുവൻ സേഫ്റ്റി, പ്രസവിക്കപ്പെട്ട മക്കൾക്ക് മുഴുവൻ ചെലവ് ഒക്കെ സർക്കാർ ഏറ്റെടുക്കുകയാണ്. എന്നിട്ടും അവർ പ്രസവിക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? അവർ ഈ ഫ്രണ്ട്സ് ജീവിതം, വിവാഹ ജീവിതം ഇല്ല, ഫ്രണ്ട്സ് ജീവിതം. അവരെ ശാരീരിക ആഗ്രഹങ്ങൾ നടക്കുന്നു, അവർ പിരിയുന്നു. ഒരു പാരമ്പര്യത്തിന് അവർ ഉത്തരവാദികളല്ല. പക്ഷേ ഇസ്ലാം കർശനമായി തടയുന്നു. ഒരിക്കലും 10 വയസ്സുള്ള ഒരു മകൻ ഉമ്മയോടൊപ്പം കിടന്നുറങ്ങരുത്. ഉമ്മയും മകനുമായാൽ പോലും കിടന്നുറങ്ങരുത്. 10 വയസ്സുള്ള ഒരു മകൾ പിതാവിനോടൊപ്പം കിടന്നുറങ്ങരുത്. ഇസ്ലാമിൻ്റെ സൂക്ഷ്മത. എന്നിട്ടാണ് ഇവിടെ ബോയ് ഫ്രണ്ട്, ഇവിടെ ഗേൾ ഫ്രണ്ട്. ഉമ്മയും മകനുമായി പോലും കിടക്കരുത്, വാപ്പയും മകളുമായി പോലും കിടക്കരുതെന്ന് പറഞ്ഞത് ജീവിതത്തിന്റെ സൂക്ഷ്മതയാണ്. അല്ലാതെ വാപ്പായുടെയോ ഉമ്മായുടെയോ എന്തെങ്കിലും കുറ്റപ്പെടുത്തലല്ലത്. അതാണ് അള്ളാഹു അനുവദിച്ച ഭദ്രമായ ജീവിതം. അതാണ്. മനുഷ്യരാണ്, അപകടങ്ങളിൽ പെടരുത്, ഭവിഷ്യത്തുകൾ വരുത്തരുത്. അത്രയും കർശനമായി തടഞ്ഞ ഇസ്ലാമിന്റെ മക്കളാണ് 10 വയസ്സ് കഴിഞ്ഞ മകൾ. 10 വയസ്സ് കഴിഞ്ഞ ഏതോ ഒരുത്തനുമായി ബെഡ് പങ്കുവെക്കുകയാണ്, സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുകയാണ്. കടുത്ത ഹറാം. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. നമ്മുടെ രക്ഷകർത്താക്കളെക്കാൾ ഇന്നത്തെ ചെറുപ്പക്കാരാകുന്ന കുട്ടികളും അത് ഭീതിജനകമായി കേൾക്കുകയും പഠിക്കുകയും പൂർണ്ണമായും പരമാവധി കൂട്ടുകാരാരെങ്കിലും അതിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം. രക്തത്തിന്റെ പ്രസരിപ്പിൽ ഇബ്ലീസ് ഉറഞ്ഞുതുള്ളും. ഇബ്ലീസ് പറയും, അതൊക്കെ അവർ പറയും, നിന്റെ ഈ പ്രായത്തിൽ നിനക്ക് സ്വാതന്ത്ര്യമാണ്, അടിച്ചു പൊളിക്കണം എന്ന് ഇബ്ലീസ് പറയും. ഇബ്ലീസ് എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് 10 ആളെ കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാക്കട്ടെ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, വിവാഹ ജീവിതമോ സന്താന സൗഭാഗ്യമോ ലക്ഷ്യം വെക്കാതെ ശാരീരിക ലൈംഗിക ജീവിതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ജീവിതവും പിന്നെ എന്തൊക്കെയോ പുതിയ പേരുകളിലാണ് ഇന്ന് അവരൊക്കെ അറിയപ്പെടുന്നത്. ആ ബന്ധങ്ങളൊക്കെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല. ഉമ്മാക്ക് ചോദ്യം ചെയ്യടാ, എന്താടാ നീ കാണിക്കുന്നേ, നീ ആരെയാടാ വീട്ടിൽ വിളിച്ചോണ്ട് വന്നത്, ഇതെന്ത് നാണക്കേടാടാ. ഉമ്മ ഒരു നാണക്കേടുമില്ല. ഇതൊക്കെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ എന്നേ ഇതൊക്കെ പാസ്സാക്കിയ പരിപാടികളാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്താണ് അവൾ എൻ്റെ കൂടെ കഴിഞ്ഞോട്ടെ. ഇങ്ങനെ പറഞ്ഞ് മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കൾ, മാതാപിതാക്കളുടെ വിഷമമോ വേദനയോ പരിഗണിക്കാത്ത ജീവിതം,
ഇതെല്ലാം അപകടകരമാണ്. അപ്പോൾ ഇൽമിൻ്റെ വഴിയെ നമ്മൾ വരികയും അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിൽക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, സന്താന സൗഭാഗ്യം അത് സാലിഹായ മക്കൾ പിറക്കണമെങ്കിൽ നമ്മുടെ ഇണചേരലും ബന്ധവും ഒക്കെ സാലിഹായ രൂപത്തിലാവണം. ആ വഴിവിട്ട ബന്ധങ്ങളാവരുത്. വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിന് ആലോചനകളുമില്ലാത്ത അന്യ പെണ്ണുങ്ങളുമായി ഒരു കൂട്ടുകെട്ടും നീ കൂട്ടുകെട്ടിക്കോ. ഖുർആൻ പറഞ്ഞു, നിനക്ക് കൂട്ടുകാർ വേണം. ആണായ നീ ആണുങ്ങളാകുന്ന സ്വാലിഹീങ്ങളുമായി കൂട്ടുകെട്ടിക്കോ. പെൺകുട്ടികളെ സ്വാലിഹത്തായ ഒരു പെൺകുട്ടി സ്വാലിഹത്താകുന്ന വനിതകളുമായി കൂട്ടുകെട്ടിക്കോ. നല്ല സന്തോഷമാണ്, നല്ല ഖൈറാണ്, ബറക്കത്താണ്, ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് വേണം നമ്മൾ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ ഭാവി ജീവിതത്തെ കണ്ടുകൊണ്ടാണ് നബി തങ്ങൾ അത് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരും. ഖിയാമത്ത് നാളിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിയരിവുകളിൽ കാമുകന്മാർ ലൈംഗിക വേഴ്ച നടത്തുന്നത് നിങ്ങൾ കണ്ടു നടക്കുന്നൊരു കാലഘട്ടം വരും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങളുടെ വാക്ക് എത്രമാത്രം ഉന്നതമായ വാക്കാണ്, പ്രവചനമാണത്. അത് അന്നുള്ളവർക്ക് ഭയങ്കര ബഈദായി തോന്നും. ഇന്ന് നമുക്കത് ബഈദായി തോന്നുന്നില്ല. കാരണം അതിൻ്റെ അടുത്തുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി റോഡിൻ്റെ അരികിലായില്ലെന്നേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ആയിക്കഴിഞ്ഞു. ആരെയും കൂസലില്ല, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു തലമുറ വളർന്നു വരികയാണ്. അപ്പം അവിടത്തേക്കൊന്നും അത് പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പം ഒരു സൗജും ഒരു സൗജത്തും ഒരു വലിയും രണ്ട് സാക്ഷികളും ഒരു സീകയും ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നിക്കാഹായി. ലളിതമായ നിക്കാഹിന് നമ്മൾ വിചാരിക്കും പൊന്ന് വേണം, പണം വേണം, വസ്തു വേണം. അതൊന്നുമില്ല. ലളിതമായ നിക്കാഹ്. ആൺപിള്ളാരോടും പറയാം, ആൺ ചെറുപ്പക്കാരോടും പറയാണ്, ചുമ്മാ സാധുക്കളായ പെൺകുട്ടികളെ കെട്ടുമ്പോൾ 1 ഏക്കർ വേണം, 35 പവൻ വേണം. അതൊന്നും ഇന്നത്തെ പവനിക്ക് വില കേട്ടാൽ ഒരു പവനൊക്കെ കിട്ടിയാൽ വലിയ ഭാഗ്യം. നമ്മളെ പാടന്തറ ദേവർശോല ഉസ്താദ് 850 ദമ്പതിമാരെ ഫ്രീ ആയി കെട്ടിക്കുകയാണ് ഇക്കൊല്ലം. കഴിഞ്ഞ കൊല്ലം 500 ചില്ലുവാനും കെട്ടിച്ചു. അതിൻ്റെ അങ്ങേ കൊല്ലം 300 ചില്ലുവാനും കെട്ടിച്ചു. 5 പവനും 25,000 രൂപയും കൊടുത്താൽ കെട്ടിക്കുന്നത്. ഇപ്പം അത് കുറച്ചുകൂടി കുറച്ചെന്ന് തോന്നുന്നു. കാര്യം ഭയങ്കര വില കൂടി. ഒന്നുമില്ലാത്ത ആ പാടന്തറ പ്രദേശങ്ങളിൽ വെറും നിർധനരായ ആളുകൾ, ഗൂഡല്ലൂര് 850 ദമ്പതിമാരെ ഫ്രീ ആയി നിക്കാഹ് കഴിക്കാൻ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ അധ്വാനമാണോ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ നിക്കാഹിൽ ലളിതമാണ്. എന്ത് മതി? ഒരു ഭർത്താവ് വേണം, ഭാര്യയും വേണം. ആ ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ അവളുടെ ഭർത്താവ്, അവളുടെ വാപ്പയോ ആങ്ങളയോ വലിയ വേണം. പിന്നൊരു സീക വേണം, 2 പേര് സാക്ഷികൾ വേണം. ചെറിയ ലളിതമായ ഒരു പള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന ലളിതമായ നിക്കാഹ് അങ്ങനെ വേണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഖയ്യറൂ ലിനുത്തഫിക്കും വലാ തളഊഹാ ഫീ ഗൈരിൽ അഖ്ഫാ. നിങ്ങൾ ഇതൊരു വലിയ കർമ്മ സമരമാണ് ദാമ്പത്തിക ജീവിതം. നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ നുത്തുഫത്ത് നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പെൺകുട്ടികളെ നിങ്ങൾ കണ്ടെത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു. അതിന് ഗുണകരമായ പെണ്ണിന്റെ കാര്യം പറഞ്ഞു. മുസ്തഫാദൽ മുഅ്മിനു മിൻ ബഅദി തഖ്വ. ഒരു മുഅ്മിനായ മനുഷ്യൻ തഖ്വ കഴിഞ്ഞാൽ, ആണുങ്ങളോടാ പറയുന്നത്, തഖ്വ കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയാം, ഖൈറൻ ലഹു മിൻ സൗജത്തിൻ സാലിഹ. സാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടിയോ അവന്റെ ജീവിതം ധന്യമായി. അതാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് അലി ഇബ്നു അബി താലിബ് തങ്ങൾ പറഞ്ഞത്. എന്താ സാലിഹത്തിന്റെ ലക്ഷണം? നിങ്ങൾ വിചാരിക്കും വലിയ സൗന്ദര്യവും പണമൊക്കെ ഉള്ളവളാണെന്ന്. അല്ല, സാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇൻ അമറഹാ അതാഅതുഹു. ഇൻ അമറഹാ, ഈ ഭർത്താവ് അവളോട് എന്തെങ്കിലും കാര്യം കൽപ്പിച്ചാൽ അതാഅതുഹു, അത് അപ്പടി ആമ അനുസരിക്കും. മുത്തേ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ എന്ന് പറഞ്ഞ് തീരും മുമ്പ് അവൾ ആ വെള്ളം കൊണ്ട് കൊടുക്കും. എന്നെ കൊണ്ട് വയ്യ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു കുടി എന്ന് പറയുന്നോളാണെങ്കിൽ ജീവിതം കട്ടപ്പുകയായി. പടച്ച റബ്ബേ, ജീവിതം കഴിഞ്ഞു. മറ്റതെങ്ങനല്ല.
എന്തെന്റെ ഭർത്താവ് ഇനി കൽപ്പിക്കേണ്ട, അദ്ദേഹത്തിന്റെ കൽപ്പനയുടെ ശൈലി മനസ്സിലാക്കി അങ്ങ് സഹകരിച്ചു കൊടുക്കും. എന്തോ ഒരു സന്തോഷകരമായ ജീവിതമാണത്. ഇൻ അമർത്ത, നീ അവളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അവൾ അമറഹ അത്താഅത്തുഹു, അവൻ അവൾക്ക് അനുസരിച്ചു കൊടുക്കും. അവളാണ് സ്വാലിഹത്തായ പെൺ. അനുസരണ എന്ന് പറഞ്ഞാൽ അവിടെയും ചിന്തിക്കണം. ലാ ത്വാഅത്തി ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ലാ. നീ പർദ്ദ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല, നീ തലമറയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ കൂട്ടുകാർ വന്നാൽ നീ രംഗത്തിറങ്ങി ചായ കൊടുക്കണം, എൻ്റെ കൂട്ടുകാരികൾ വന്നാൽ അവരെ കൂടെ ഇരുന്ന് നീയും ചായ കുടിക്കണം എന്നൊക്കെ പറയുന്ന നിർദ്ദേശമാണെങ്കിൽ ലാ ത്വാഅത്തി ലിമഖ്ലൂഖിൻ, അത് ഭർത്താവിന് അനുസരിച്ചു കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭർത്താവ് കൽപ്പിച്ചാൽ അതനുസരിക്കാൻ പാടില്ല. എൻ്റെ കൂട്ടുകാരാ വന്നത്, നീയും കൂടി ഇറങ്ങി വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, നിന്നെ ഒന്ന് കാണാനാ അവന്മാർ വന്നത്. മഅദല്ലാഹ്, ഒരു പെണ്ണും അതിന് തയ്യാറാവരുത്. അങ്ങനെ അനുവദിച്ചു കൊടുത്താൽ പിന്നെ എന്താണ് നാളെ ഭർത്താവ് പറയുന്നതെന്ന് മനസ്സിലാകത്തില്ല. എനിക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ സമയമില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഇവിടെ അവളെ കൂടെ അവൻ്റെ കൂടെ നീങ്ങി വന്നാൽ മതി എന്നൊക്കെ ചിലവും പറയുന്ന ഒരു കാലഘട്ടം വരും. മഅദല്ലാഹ്. അപ്പം അതൊക്കെ വളരെ സൂക്ഷിക്കണം. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, പളുങ്കാണ്. അത് ഭദ്രമായി സൂക്ഷിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വേറെ ഹദീസ് ഞാൻ പറഞ്ഞു. ഈ ഹദീസിൽ പറയും അവളിലേക്ക് ആ ഭർത്താവ് എന്ന് നോക്കിയാൽ സറത്തുഹു, അവൾ അവനെ സന്തോഷിപ്പിക്കും. നല്ല മുഖം. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ പുറത്തുപോയി അധ്വാനിക്കുന്നവനാണ്. കടയിൽ കിടന്ന് ചുമട് ചുമന്നവൻ, ചായക്കടയിൽ കിടന്ന് വന്നവരുമായിട്ട് ചിലപ്പോൾ വഴക്കിട്ട് 1000 രൂപ കിട്ടാൻ വേണ്ടി ചിലപ്പം ബഹളമുണ്ടാക്കി, ചിലപ്പോൾ അവരിങ്ങോട്ടും ചീത്ത വിളിയൊക്കെ നടത്തി. എത്രയോ സഹിച്ചായിരിക്കും ഒരു കച്ചവടമൊക്കെ നടത്തുന്നത്. എത്രയോ സഹിച്ചായിരിക്കും ഈ ഉമ്മയും ബാപ്പയും നോക്കാൻ വേണ്ടി, ഭാര്യയും മക്കളെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത്. പാറ പൊട്ടിച്ച് ജീവിക്കുന്നവർ, ആട്ടോ ഓടിച്ച് ജീവിക്കുന്നവർ, വലിയ മലകളിൽ കയറി തീഷ്ണമായ വെയിലത്ത് അധ്വാനിച്ച് ജീവിക്കുന്നവർ. പണ്ട് നമ്മൾ പറയാം അവർ ആൾ ഗൾഫിലാണ്, ഗൾഫിൽ അവൻ്റെ ജോലി എന്തായിരിക്കും അല്ലാഹു അഅലം. പ്ലംബിങ്ങിൻ്റെ വർക്ക്, റോഡ് പണിയുടെ വർക്ക്, എരിവരിയുന്ന വെയിലത്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ഈ ഭർത്താവിനും ഈ മക്കൾക്കുമായിരിക്കും. അങ്ങനെ ക്ഷീണിച്ച് മനസ്സ് വേദനിച്ച് സങ്കടപ്പെട്ട് ഈ ഭർത്താവ് വരുമ്പോഴായിരിക്കും സുബ്ഹാനല്ലാഹ് കോളിംഗ് ബെല്ലടിക്കുന്നു, കതക് തുറക്കുന്നു, ഭാര്യ വന്ന് കതക് തുറക്കുന്നു. ആ ഭാര്യയ്ക്ക് അപ്പം ഉണ്ടാവും മുഖത്ത് പ്രസന്നമായൊരു പുഞ്ചിരി. അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇദാ നളർത ഇലൈഹ സറത്തുക. അവളെ മുഖത്ത് നോക്കുമ്പോൾ നിൻ്റെ എല്ലാ വേദനയും പോയി. കമ്പോളത്തിൽ വഴക്കുണ്ടാക്കിയ വേദനയൊക്കെ പോയി. സാമ്പത്തികമായ പരാധീനത പോലെ എരിഞ്ഞു പൊരിഞ്ഞു വന്ന മനസ്സിൻ്റെ പ്രശ്നമൊക്കെ പോയി. അവളുടെ ചിരിയോടുകൂടെ അവൻ്റെ വിഷമം മുഴുവൻ മാറി. അവൾക്കും അതുപോലെ തന്നെ. അവൾ എന്ത് കരയുന്ന സങ്കടമുണ്ടായിരുന്നാലും ഭർത്താവ് ഒന്ന് വീട്ടിൽ വന്നു കിട്ടിയാൽ അവൾക്ക് അൽഹംദുലില്ലാഹ് എന്തോ ഒരു സന്തോഷമാണ്. അവിടെ എല്ലാ വേദനയും മാറി. ഇങ്ങനത്തെ ജീവിതമാണ് അല്ലാഹുവിന്റെ റസൂൽ സമ്മാനിക്കുന്നത്. സൽസ്വഭാവിയായ പെണ്ണിന്റെ അടയാളം ബഹുമാനപ്പെടും മുത്തനബി തങ്ങൾ പറയുന്നു, അവളെ നിർത്തിക്കൊണ്ട് നീ സത്യം ചെയ്ത് നീ തീർച്ചപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം അവൾ ചെയ്തിരിക്കും. അബറത്തുഹു, ഇങ്ങനെ ആഗ്രഹമുണ്ട്, അത് നീ നടപ്പിലാക്കാതിരിക്കരുത്. തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്ന പെണ്ണ് ഹബീബാ നബി വേറെ ഒരുപാട് സാലിഹത്തായ പെണ്ണിന്റെ അടയാളം പറയുന്ന ഒരുപാട് ഹദീസുണ്ട്. നീ ഒരു പക്ഷേ ഉറങ്ങിപ്പോയാലും അവൾ എഴുന്നേൽക്കുകയും നിന്റെ മുഖത്ത് വെള്ളം തളിച്ച് നിന്നെ ഉണർത്തി നിസ്കരിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന പെണ്ണ് സാലിഹത്തായ പെണ്ണിന്റെ അടയാളമായി നിരവധി ഹദീസുകൾ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ മനോഹരമാകുന്നൊരു ഭാഗം മുനാക്കഹാത്ത് എന്ന ആ രൂപത്തിലൂടെ ഫിഖ്ഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതും കൂടി ശ്രദ്ധിക്കണം. സാലിഹത്തായ പെണ്ണിന്റെ മറ്റൊരടയാളം അവളിൽ നിന്ന് വീട് വിട്ട് ഭർത്താവ് അങ്ങ് പോയി, ഒന്നുകിൽ ഗൾഫിൽ പോയി, അല്ലെങ്കിൽ കോഴിക്കോടോട്ട് പോയി, അല്ലെങ്കിൽ മൈസൂർ പോയി, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി രാവിലെ ഇറങ്ങിപ്പോയി. ഭർത്താവ് ജോലിക്ക് വേണ്ടിയോ മറ്റാവശ്യത്തിന് നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവളുടെ ബോഡിയും അയാളുടെ സ്വത്തും അവൾ കാത്തു സൂക്ഷിക്കുന്നവളാണ്. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് പോയാൽ പിന്നെ ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ അവൾ കതക് തുറക്കില്ല. എന്തെങ്കിലും അറിയണമെങ്കിൽ അകത്ത് നിന്നുകൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ ചോദിക്കും,
ആരാ വന്നത്, എന്താ വിശേഷം എന്ന് ചോദിക്കും. ഒരു പെണ്ണിൻ്റെ നിർമ്മലമാകുന്ന ശബ്ദത്തിൽ സംസാരിക്കരുത്. അത് കേൾക്കാൻ ആണുങ്ങൾക്ക് ആശയുണ്ടാവും. അപ്പോൾ കൂടുതൽ കാര്യം അവർ ചോദിക്കും, സംസാരം വർദ്ധിക്കും. പിന്നെ ചിലപ്പോൾ സിറ്റ് ഔട്ടിൽ ഇരിക്കട്ടെ എന്ന് ചോദിക്കും, ഒരു ഗ്ലാസ് വെള്ളം താന്നൊക്കെ ചോദിക്കും. അപകടങ്ങളിലേക്ക് എത്തും. ഭർത്താവില്ലാത്ത സമയത്ത് അന്യപുരുഷന്മാരെ വീട്ടിനകത്ത് കയറ്റരുത്. പുറത്തു നിന്ന് അത്യന്താപേക്ഷിതമാകുന്ന മറുപടികൾ പറഞ്ഞു വിട്ടേക്കണം. കുശലം പറയാൻ നിൽക്കരുത്. ഫോണിൽ അധികം സംസാരിക്കാൻ നിൽക്കരുത്. ഇത് ഞാനല്ല പറയുന്നത്, നബി തങ്ങൾ പറയുന്നു. അല്ലാഹു അക്ബർ. നാഗൂറിലെ നമ്മുടെ ഖാദിരിയത്തിന്റെ സ്ഥാപനത്തിന്റെ നേതാക്കളൊക്കെയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്, ഇരുന്നോളി. അപ്പൊ അൽഹംദുലില്ലാഹ് ഞാൻ പറയും, അവളുടെ നെഫ്സ് അവൾ കാത്തു സൂക്ഷിക്കും. അവളെ നെഫ്സ് ഒരാൾ കാണാൻ അവൾ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഭർത്താവില്ലാത്ത സമയത്ത് വർത്തമാനം പറയാൻ പോലും ഒരു പെണ്ണ് തയ്യാറാവരുത്. പുറത്ത് ഉണ്ടോ, ഇല്ല, ആള് വീട്ടിലില്ല, അത്രയും പറഞ്ഞു വിട്ടേക്കാം. എപ്പോഴാ വരുന്നേ അതൊന്നും അറിയില്ല, ഖലാസ്. പിന്നെ നമ്മുടെ ബന്ധുവാണോ, മാമായോ ചാപ്പയൊക്കെ ആണോ, അവരോട് പറയാം, ഇന്നടുത്ത് പോയേക്ക, ഉച്ച കഴിഞ്ഞ് വരും, അപ്പൊ മാമ അങ്ങോട്ട് വാ എന്ന് പറയാം. മഹറമല്ലാത്ത ഒരാണിനെയും ഭർത്താവില്ലാത്തപ്പോൾ വീട്ടിനകത്ത് കയറ്റരുത്. ഇന്നെന്തെല്ലാം കൊള്ളത്തരങ്ങളും കവിളിപ്പോഴും ഒക്കെ നാട്ടിൽ നടക്കുന്നത്. ഹിക്കുമത്തുകൾ പറഞ്ഞ് വീട്ടിനകത്ത് കയറ്റി മാല പൊട്ടിച്ചു കൊണ്ടുപോകുന്നവർ, കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നവർ. അതിനേക്കാൾ വലിയ കൊള്ളയാണ് ആ പെണ്ണിന്റെ ശരീരം കൊള്ളയടിക്കുക. അതിനനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ കുഞ്ഞബിതങ്ങൾ പറയും, അവന്റെ സമ്പത്ത് ഇവളാണ് പരിരക്ഷിക്കേണ്ടത്. ഭർത്താവിന്റെ വീട് അവൾ കാത്തു സൂക്ഷിക്കണം. വീട്ടിൽ പട്ടി കയറാതെ, വീട്ടിൽ കള്ളം കയറാതെ വീട് ഭദ്രമായി പരിപാലിക്കണം. അത് പെണ്ണിന്റെ ജോലിയാണ്. മുറ്റം തൂക്കണം, വീട് വൃത്തിയാക്കണം, അവിടെ അങ്ങനെ നജസിടരുത്, അഴുക്കുണ്ടാവരുത്. വീട് പരിപാലിച്ച് നല്ല വൃത്തിയായി പരിപാലിക്കണം. അത് ആ ഭാര്യയുടെ മനോഹരമാകുന്ന ഔദാര്യമാകുന്ന ഒരു പെരുമാറ്റമാണത്. അത് സൽസ്വഭാവിയായ സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നു, ഞാൻ വേറെ ചില വിഷയങ്ങൾ പറയാനും കൂടിയാ, തലാഖും ഫസ്ഖും ഖുൽഉം ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഇനി ഞാൻ അങ്ങോട്ട് ഇടപെടുന്നില്ല, സമയവുമില്ല. അവസരമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അയ്യ മംറഅത്തിൻ മാത്തത്ത്, ഏതൊരു പെണ്ണും അവൾ മരിച്ചുപോയി, വസൗജുഹാ അൻഹാ റാളിൻ, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണ്. ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടില്ലാത്ത പെണ്ണ്, ഭർത്താവിനെ സങ്കടപ്പെടുത്തിയിട്ടില്ലാത്ത പെണ്ണ്, എപ്പോഴെങ്കിലും എന്തെങ്കിലും അസൗകര്യം വന്നിട്ടുണ്ടെങ്കിൽ കാല് പിടിച്ച് മാപ്പ് ചോദിച്ച് പൊരുത്തപ്പെടിച്ച പെണ്ണ്, അങ്ങനത്തെ പെണ്ണ് മരിച്ചാൽ ദഖലത്തിൽ ജന്ന, അവൾ നേരെ സ്വർഗത്തിലേക്ക് അള്ളാഹു അവളെ ഏറ്റെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്ത് വേണം പെണ്ണുങ്ങളെ, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ്? ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ഒരേ സ്വഭാവക്കാരായിരിക്കില്ല. കുറച്ച് മുൻദേഷ്യവും മുൻകോപമൊക്കെ ഉള്ളവരുണ്ടാവും. അതൊക്കെ ഒന്ന് സഹിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ച് സ്വർഗം അല്ലാഹു തആല കൊടുക്കുന്നത് വെറുതെ അല്ല. ചില ആണുങ്ങളെ സഹിച്ചു പോകാൻ വലിയ അസാമാന്യമാകുന്ന ക്ഷമ വേണം. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, ആ ക്ഷമിച്ചു പോകുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കും, ഒരുപാട് പ്രതിഫലം കൊടുക്കും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു പക്ഷേ ഇൽമിൻ്റെ അഹ്ലുകാരാവാം, ഹാഫിളാവാം, ആലിമാവാം, സ്വാലിഹാവാം, തഖിയാവാം, നഖിയാവാം, അഹ്ലു ബൈത്താവാം. അങ്ങനെയൊക്കെയുള്ള ഭർത്താക്കന്മാരെ കിട്ടിയാൽ ലോട്ടറി അടിച്ചു. ആലിമായ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ പുണ്യമാണ്. അന്നദറു ഇലാ വജ്ഹിൽ ആലിമി ഇബാദ, ഒരു ആലിമിന്റെ മുഖത്ത് നോക്കുന്നത് പുണ്യമാണ്. അതൊരു ഭർത്താവായി കിട്ടിയാൽ പിന്നെ പറയേണ്ടതുള്ളൂ. പിന്നെ നോക്കൽ മാത്രമല്ല, അയാൾക്ക് ഖിദ്മത്ത് ചെയ്യല്ലേ, അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുകയല്ലേ, അദ്ദേഹത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയല്ലേ. എന്തോ ഒരു പുണ്യമായിരിക്കും അത്. അതുപോലെ നമ്മുടെ മക്കളെ ആലിമാക്കി ഹാഫിളാക്കി, എൻ്റെ മോനാണെങ്കിലും അവൻ ആലിമാണ്, അവൻ്റെ മുഖത്തൊന്ന് നോക്കുന്നത് ഉമ്മായ്ക്ക് പുണ്യമാണ്, ഉമ്മാടെ മുഖത്ത് നോക്കുന്നത് അവനും പുണ്യമാണ്. അങ്ങനെ ദീനിയായ ഒരു ജീവിതമാക്കി മാറ്റിയാൽ നമ്മുടെ ഹറക്കാത്ത് സക്കനാത്ത് മുഴുവൻ ഇബാദത്താക്കി മാറ്റാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മക്കളെയൊക്കെ ആലിമാക്കണം. ഭർത്താക്കന്മാർ മക്കൾക്ക് ഭർത്താക്കന്മാരെ നിശ്ചയിക്കുമ്പോൾ ആലിമീങ്ങളെ നിശ്ചയിക്കണം.
അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ നിശ്ചയിച്ചതുപോലെ അങ്ങനൊക്കെ നിൽക്കണം. എന്നിട്ട് തിരിച്ച് ഭർത്താക്കന്മാരോടും പറഞ്ഞു, നിങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ ഹബീബ നബി തങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട മുത്തഖീങ്ങളെ, ഖുർആൻ തന്നെ പറഞ്ഞു, ഖു അൻഫുസക്കും വഅഹ്ലീകും നാറാ, നിന്നെയും നിന്റെ ഭാര്യയെയും മക്കളെയും നരകത്തിൽ വീഴാതെ കാത്തുകൊള്ളണം. അഥവാ ഭാര്യ വഴിതെറ്റാതെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ചുമതലയാണ്. ഒരു പെണ്ണ് തലേ തുണിയിടാതെ പുറത്തു പോകുമെങ്കിൽ അവളെ തടഞ്ഞ് പർദ്ദയിടിപ്പിച്ച് വിടൽ ഭർത്താവിന്റെ കർത്തവ്യമാണ്. ഖുർആൻ പറഞ്ഞതാണ്, ഖു അൻഫുസക്കും വഅഹ്ലീകും നാറാ, നിന്റെ ഭാര്യയെ നരകത്തിൽ വീഴാതെ കാക്കേണ്ടത് നിന്റെ ചുമതലയാണ്. നിസ്കരിക്കാത്ത പെണ്ണാണെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഉപദേശവും പഠനവും കൊടുത്ത് നിസ്കരിപ്പിക്കണം. തല്ലാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ഉലമാഇന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മക്കളെ തല്ലാം, ഭാര്യയെ തല്ലാൻ പാടില്ല. നിസ്കരിച്ചില്ലെങ്കിൽ പോലും ഉപദേശിക്കാനേ പാടുള്ളൂ. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ പോലും ഭാര്യയെ തല്ലരുത് എന്ന് പറയുന്ന ഉലമാക്കളാണ് അധികവും. സൗജൊന്ന് വേറെ, മകളൊന്ന് വേറെ. മകളത്തല്ല, മകനത്തല്ല. 7 വയസ്സ് കഴിഞ്ഞാൽ ഉപദേശിക്കാം. 10 വയസ്സ് കഴിഞ്ഞില്ലെങ്കിൽ, നിസ്കരിച്ചില്ലെങ്കിൽ ഫളിരിബു അലൈഹാ, അടി കൊടുത്തു നിസ്കരിപ്പിക്കണമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു. പക്ഷെ അത് മക്കളെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഭാര്യയോടുള്ള അത്തരം ഉത്തരവാദിത്വം ഭർത്താവിനെ കർക്കശ നിലപാടിൽ ഇല്ല. ഉപദേശിക്കുകയുള്ളൂ. ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ, നരകത്തിൽ വീഴാതെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താക്കന്മാരോട് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരുപാട് നല്ല പ്രസംഗമാണ്, അതിവിടെ പറയാൻ സമയമില്ല. അതിലൊരു ഭാഗം ഞാൻ പറയുന്നു. ഇത്തഖുല്ലാഹ ഫിന്നിസാ, ഓ യുവാക്കളെ, ഓ പിതാക്കളെ, ഓ ഭർത്താക്കന്മാരെ, ഇത്തഖുല്ലാഹ ഫിന്നിസാ, പെണ്ണുങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ പ്രത്യേകം പേടിച്ചുകൊള്ളണം. പെണ്ണിനെ തല്ലരുത്, ഭാര്യയെ ചീത്ത പറയരുത്, ഭാര്യയ്ക്ക് വേദനിപ്പിക്കുന്ന വർത്തമാനം പറയരുത്, ഭാര്യയെ സങ്കടപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു പ്രവൃത്തിയും ഉണ്ടാവരുത്. ഇത്തഖുല്ലാഹ ഫിന്നിസാ, എന്തൊരു പ്രഖ്യാപനമാണ്! അതും ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ നബി തങ്ങൾ പറയാണ്, ഇത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, അല്ലാഹു ആകുന്ന എൻ്റെ അമാനത്താണവൾ. ആ അമാനത്തായ അവളിൽ ഒരു വേദനയും നീ വരുത്തരുത്, ഞാൻ നിന്നെ വെറുതെ വിടില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു കൽപ്പനയാണ്! മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, അവൻ്റെ ഭാര്യയോട് നല്ലപോലെ പെരുമാറുന്നവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭർത്താവ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മുഹിബ്ബ് അവൻ്റെ ഭാര്യയോട് നല്ലപോലെ പെരുമാറണം. ചിലപ്പം പെണ്ണല്ലേ, വളഞ്ഞ എല്ലിനാൽ പടച്ചതല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സൂഹിക്കാൻ പറ്റാത്ത വർത്താനം പറയും. അപ്പോഴത്തേക്ക് കുറ്റിക്ക് രണ്ടങ്ങ് കൊടുക്കരുത്, ക്ഷമിക്കണം. ദേഷ്യം വന്നാൽ, നിൽക്കുമ്പം ദേഷ്യം വന്നാൽ അങ്ങ് ഇരുന്നേക്കണം, ദേഷ്യം അങ്ങ് പോകും. ഇരുന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ കിടന്നേക്കണം. പെണ്ണുമ്പോൾ ചീത്ത പറയുമ്പോൾ മലന്നടിച്ചാൽ കിടന്നേക്കണം, എന്നാ ദേഷ്യം അങ്ങ് പോകും. എന്നിട്ടും പോകുന്നില്ലേ, നബി തങ്ങൾ പറഞ്ഞു, പോയി ഒതുവെടുക്ക്. കാര്യം ദേഷ്യം ഉണ്ടാക്കുന്നത് ഇബ്ലീസാ. ഇബ്ലീസിനെ സൃഷ്ടിച്ചത് തീയില. തീ അണയ്ക്കണമെങ്കിൽ വെള്ളമാണ്. അപ്പൊ പെട്ടെന്ന് ഒതുവെടുത്തേരെ, നിന്റെ ദേഷ്യം അങ്ങ് പോകും. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി എന്നിട്ട് പറയാ, ഞാൻ വെറുതെ പറയല്ല മക്കളെ, അന ഖൈറുക്കും ലിഅഹ്ലി, എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നല്ല പോലെ പെരുമാറുന്നവനാണ് ഞാൻ. എൻ്റെ ഒരു ഭാര്യയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അവർ വിശന്ന് വയറ് പൊരിഞ്ഞ് എനിക്ക് സത്യാഗ്രഹമൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, എൻ്റെ കയ്യിൽ ഇല്ലാതെ വന്നപ്പോൾ വന്നുപോയ ഒരു പ്രതിസന്ധിയാണ്. പക്ഷേ അപ്പോൾ അള്ളാഹുത്താല എന്നോട് പറഞ്ഞു, നബിയെ ബേജാറാവണ്ട, ഇഷ്ടമുള്ളവർ നിന്നോട്ടെ, ഇല്ലാത്തവരെ തങ്ങൾ ഒഴിവാക്കിയേരേന്ന്. അങ്ങനെ അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർ പറഞ്ഞു, നിനക്കിഷ്ടമുണ്ടോ മോളെ? ഇല്ലേ പൊയ്ക്കോ. നിനക്കിഷ്ടമുണ്ടോ? ഇവിടെ പട്ടിണിയൊക്കെ ചിലപ്പം ഞാനൊരു പ്രവാചകനാണ്, എൻ്റെ കയ്യിലൊന്നും സ്വത്തൊന്നുമില്ല, ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കില്ല, കഞ്ഞിയോ വെള്ളമൊക്കെ ആണെങ്കിൽ കുടിച്ചപ്പോൾ നിൽക്കാം. എല്ലാവരും പറഞ്ഞു, നബിയേ, പാപ്പയെക്കാളും ഉമ്മയെക്കാളും എല്ലാവരെക്കാളും ഞങ്ങൾ തങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു.
പട്ടിണിയാണെങ്കിൽ ഞങ്ങളിവിടെ കിടന്നോളാം, എൻ്റെ മേലാ സത്യാഗ്രഹവും ഇല്ല, ഒന്നുമില്ല. അള്ളാഹു തആല അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങളെല്ലാവരും ഐക്യ കണ്ടേന. ഞങ്ങൾ ഭാര്യമാരായി തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു, ആരും വിട്ടുപോകാൻ തയ്യാറല്ല എന്ന് പാസ്സാക്കിയെടുത്തതിൻ്റെ പേരിലാണ് ബാക്കിയുള്ളവർ തുടർന്നത്. അത്രയും നബിതങ്ങളുടെ ഭാഗത്ത് നബിതങ്ങളുടേതല്ലാത്ത ചില വേഷമങ്ങളും വേദനകളും ഭാര്യമാർക്ക് വന്നിട്ടുണ്ട്. അത് നബിതങ്ങൾ ഉണ്ടാക്കിയതല്ല, സ്വാഭാവികമായി ഉണ്ടായതാണ്. നബിതങ്ങളുടെ ഭാഗത്ത് നിന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത മഹാനാണ് അനസ് ബിൻ മാലിക് തങ്ങൾ. അനസ് ബിൻ മാലിക് തങ്ങൾ പറയാ, ഞാൻ നബിയുടെ ഖാദിമാണ്. ഈ 10 കൊല്ലമായിട്ട് ലിമ തഫ്അലു ഹാദാ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? ലിമ ലം തഫ്അൽ ഹാദാ, ഇതെന്താ നീ ചെയ്യാഞ്ഞത്? ഒറ്റ ജീവിതത്തിൽ ഇന്ന് വരെ നബി ചോദിച്ചിട്ടില്ല, എന്തിനാടാ അങ്ങനെ ചെയ്തത് എന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്താടാ അത് ചെയ്യാതിരുന്നത്, അങ്ങനെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്തോ ആലോചിച്ച് നോക്കിയേ, 10 കൊല്ലം ഖാദിമായ കുട്ടി പറയാൻ. അനസ് ബിൻ മാലിക് നബി തങ്ങളുടെ ചെരുപ്പ് എടുക്കുമ്പോൾ, നബി ചെരുപ്പൂരി വെക്കുമ്പോൾ ചെരുപ്പെടുത്ത് നെഞ്ചത്ത് വെക്കുന്ന സഹാബിയ. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു സ്നേഹമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പൂരിയിട്ടാൽ ആ ചെരുപ്പ് നെഞ്ചത്തോട് ചേർത്ത് വെക്കുന്ന സഹാബി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അങ്ങനെ മുത്തുനബിയെ സ്നേഹിക്കുന്ന സഹാബാക്കൾ, ആ സഹാബാക്കളോട് ആരും ഒരു നേരം നബി വേദനിക്കുന്ന വർത്തമാനം പറഞ്ഞിട്ടില്ല, കോപിക്കുന്ന വർത്തമാനം പറഞ്ഞിട്ടില്ല. പിന്നാണോ അമാനത്തായി ഏൽപ്പിച്ച ഭാര്യമാരോട് മുത്തുനബി ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ചൂടാകലും നടത്തിയിട്ടില്ല. എന്തോ ഒരു സന്തോഷമാണ് അവർക്ക്, എന്തോ ഒരു തൗഫീഖാണ് അവർക്ക് അള്ളാഹു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരുപാട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു, സമയം കഴിഞ്ഞു. ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തലാഖും ഖുൽഉം ഫസ്ഖും ഒക്കെ പഠനാർഹമാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഔദ്യോഗികമായിട്ട് ഇടപെടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമും ഇഖ്ലാസും തഖ്വയുമെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ഹബീബായ തിരുമുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലും അള്ളാഹു തആലാക്കി തരട്ടെ. മുത്തുനബിയെ എല്ലാവരും നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുക. നമുക്ക് വേണ്ടി ജീവിച്ച മഹാൻ, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്ന മഹാൻ, അള്ളാഹുവിനെ കാണാൻ വേണ്ടി ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ 7 ആകാശങ്ങൾക്കും അപ്പുറത്ത് അള്ളാഹു വിളിച്ചു കൊണ്ടുപോയ സമയത്ത് അള്ളാഹുവിൻ്റെ നിശ്ചയിച്ച മണ്ഡലത്തിലെത്തിയപ്പോൾ അത്തഹിയ്യാത്തു അൽ മുബാറക്കാത്തു അസ്സലവാത്തു അത്തയ്യിബാത്തു ലില്ലാഹ്, അങ്ങനെ ഒരുപാട് തിരുമുൽ കാഴ്ചകൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ സമർപ്പിച്ചപ്പോൾ അള്ളാഹു ഇങ്ങോട്ട് നബിതങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള സലാം പറഞ്ഞു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നെല്ലാ ആദരവോടെയും നബിതങ്ങളെ അള്ളാഹു സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു. പക്ഷേ ആ പ്രഥമ ഘട്ടത്തിൽ ആ സ്വാഗതം കിട്ടിയ സമയത്തും അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, സലാം എനിക്ക് മാത്രമേ ഉള്ളോ, എൻ്റെ ഉമ്മത്തിന് സലാമില്ലേ? സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയ ആ നബിക്ക് നമ്മളോടുള്ള സ്നേഹം. അത്രയും ഉന്നതമാകുന്ന ഔന്നിത്യമുള്ള ഒരു പ്രവാചകനിക്കും അനുവദിച്ചു കൊടുക്കാത്ത അത്ഭുതകരമാകുന്നൊരവസരം അത്യപൂർവമായി കിട്ടിയ രംഗത്തും പ്രഥമ ദൃഷ്ടിയാ തന്നെ ഉമ്മത്തിൻ്റെ കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല പറയുന്ന ആയിക്കോട്ടെ, അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നിങ്ങളുടെ മുഴുവൻ സ്വാലിഹീങ്ങളാകുന്ന ഉമ്മത്തിനും അള്ളാഹുവാകുന്ന എൻ്റെ സലാം സംരക്ഷണം നൽകിയിരിക്കുന്നു. അങ്ങനത്തെ നബിയാണ്. എവിടെ പോയാലും ഉമ്മത്ത് ഉമ്മത്ത് ഉമ്മത്ത്. അതുകൊണ്ട് തിരിച്ചങ്ങോട്ടും എവിടെ പോയാലും യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്, ആ ബന്ധം നമ്മൾ നിലനിർത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇത് ഗൗസുൽ ആദം തങ്ങളുടെ മാസമാണ്. ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മുത്തുനബിയുടെ അഹ്ലുബൈത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എൻ്റെ കുർബയെ നിങ്ങൾ സ്നേഹിക്കണം, അതാണ് എന്നോട് നൽകേണ്ട പ്രത്യുപകാരമെന്ന് പറയൂ നബിയെ എന്ന് പറഞ്ഞ് നബിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചതാണ് ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഞാൻ ചെയ്ത സേവനത്തിന് നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല, എൻ്റെ സേവനത്തിന് കൂലി തരാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ പഠിപ്പിച്ച തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുമാത്രം ഒരു തുലാസിൻ്റെ തട്ടിൽ വെക്കുകയും ആകാശഭൂമികൾ അടങ്ങുന്ന മുഴുവൻ പ്രപഞ്ചവും ഒരു തട്ടിൽ വെക്കുകയും ചെയ്താൽ
ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനായിരിക്കും ഭാരം കൂടുതൽ. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചതിന് കൂലി ചോദിച്ചാൽ ആകാശവും ഭൂമിയും മൊത്തവും തന്നാലും അതിന് കൂലി ആവുകയില്ല. പക്ഷേ ആകാശഭൂമിയൊക്കെ തരുന്നതിനേക്കാൾ വിലമതിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റും. അത് തരണം. അതെന്താണ്? ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ. എൻ്റെ ഖുർബയെ നിങ്ങൾ സ്നേഹിക്കണം, എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം. എൻ്റെ അസ്വാജ്, എൻ്റെ ഔലാദ്, എൻ്റെ അഹ്ഫാദ്, എൻ്റെ അസ്ഹാബ്, എൻ്റെ അഹ്ബാബ്, അവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കണം. ആ മക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോനാണ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ ഫകുന്ത ശംസൻ വ ബദ്റൻ നൂറൻ ഇൽതമഅ അന്തൽ ഹഖ്ഖു ലിതുദഅ മുഹീദ്ദീനി യാ മുഹീദ്ദീനി യാ മുഹീദ്ദീനി യാ മുഹീദ്ദീനി അബ്ദുൽ ഖാദിറിൽ ജീലാനി. അവരോടുമുള്ള മഹബത്ത് അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അഹ്ലു ബൈത്തിനോടും മുത്തഖീങ്ങളാകുന്ന സ്വാലിഹീങ്ങളാകുന്ന ആലിമീങ്ങളാകുന്ന അഹ്ബാബുകളോടുമുള്ള മഹബത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മുഹിബ്ബീങ്ങൾ, അഹ്ലു ബൈത്തിൽപ്പെട്ടവർ, നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ മക്കൾ, പേരമക്കൾ, മരുമക്കൾ, എല്ലാ അയൽവാസികൾക്കും കുടുംബാദികൾക്കും എല്ലാം അള്ളാഹു റഹ്മത്തും റാഹത്തും ചൊരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനം അള്ളാഹു നാൾക്കുനാൾ ഉയർത്തുകയും വളർത്തുകയും ചെയ്യട്ടെ. ഇവിടെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ പരിരക്ഷിക്കുന്ന ഉസ്താദുമാർക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇതിനെ സഹായിക്കുന്ന ആഭാരവൃദ്ധം സഹായികൾക്കും സഹകാരികൾക്കും അള്ളാഹു അർശിൻ്റെ തണൽ നൽകട്ടെ, ഉന്നതങ്ങളിൽ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട വിനീതിന് വേണ്ടി എല്ലാ മക്കളും എല്ലാ ബന്ധപ്പെട്ടവരും ദുആരക്കണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് വസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.